സംസ്ഥാനത്തെ ആദ്യ ഹരിത നഗരമായി തലസ്ഥാനം മാറുമെന്ന പ്രഖ്യാപനവുമായി സിറ്റി ഇലക്ട്രിക് ബസ്സുകൾ നിരത്തിലോടി തുടങ്ങി. കിഫ്ബി വഴിയും സ്മാർട്ട് സിറ്റി വഴിയും കിട്ടിയ ബസ്സുകൾ നഗരവാസികളും കൈനീട്ടി സ്വീകരിച്ചു. കുറഞ്ഞ ടിക്കറ്റ് നിരക്കും കൂടുതൽ ഇടങ്ങളെ ബന്ധിപ്പിക്കുന്ന സർവീസുകളും സാധാരണക്കാർക്ക് അനുഗ്രഹമായി. നഷ്ടത്തിൽ നടുവൊടിഞ്ഞോടുന്ന ഡീസൽ വണ്ടികൾക്കിടയിൽ പ്രതിമാസം ലക്ഷങ്ങളുടെ ലാഭവുമായി സ്മാർട്ടായി. പുതിയ മന്ത്രി നിന്ന നിൽപ്പിൽ പറഞ്ഞത് പക്ഷേ ഒരു നഷ്ടക്കണക്കാണ്. 4 വണ്ടിയുടെ കാശ് ചെലവുണ്ടെന്ന വാദം. ഡീസൽ ചെലവിന്റെ കണക്ക് പറയുന്നില്ല. കഴിഞ്ഞ മാസങ്ങളിലെ ലാഭനഷ്ട കണക്കും പറയുന്നില്ല. KSRTCയുടെ കണക്കുകളിൽ തെളിയുന്നത് ലാഭം മാത്രവും. ഇലക്ട്രിക് ഷോക്കോ? ഗണേഷ് കുമാറിന്റെ നീക്കം എന്തിനാ? സിറ്റി സർക്കുലർ ബസ്സുകൾ നിർത്തലാക്കുമോ? നയപരമായ തീരുമാനം തിരുത്താൻ കഴിയുമോ? ഈ ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് വിശദമായ ചർച്ചയ്ക്ക് മുന്നോട്ട് വെക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ: ഇടത് സഹയാത്രികൻ ശ്രീ റെജി ലൂക്കോസ്, റോഡ് സേഫ്റ്റി വിദഗ്ധൻ ശ്രീ ഉപേന്ദ്ര നാരായണൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, പൊതുപ്രവർത്തകൻ ശ്രീ ഡിജോ കാപ്പൻ. വിശദമായ ചർച്ചയിലേക്ക് ഇടവേളയ്ക്ക് ശേഷം സ്വാഗതം. വിശദമായ ചർച്ചയിലേക്ക് ശ്രീ റെജി ലൂക്കോസ്, മന്ത്രിസ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം ശ്രീ KB ഗണേഷ് കുമാർ പറഞ്ഞത് നഷ്ടത്തിലായിരിക്കുന്ന, തകർന്നിരിക്കുന്ന KSRTC എന്ന പ്രസ്ഥാനത്തെ രക്ഷിച്ചെടുക്കാൻ ചില പദ്ധതികൾ അദ്ദേഹത്തിനുണ്ട് എന്നാണ്, ചില പ്ലാൻ അദ്ദേഹത്തിനുണ്ട് എന്ന് അദ്ദേഹം പറയുന്നത് വലിയ പ്രതീക്ഷയോടെയാണ് കേരളം കേട്ടത്. പക്ഷെ അദ്ദേഹം ഒരു പ്ലാൻ മുന്നോട്ട് വെക്കുന്നു. അത് ഈ ബസ്സുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അദ്ദേഹം അത് നഷ്ടത്തിലാണ് എന്ന് പറയുന്നു. ഇനി ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങേണ്ടതില്ല എന്ന് അദ്ദേഹം പറയുന്നു. അതിന് എന്തുകൊണ്ടാണ് CPMന് സ്വീകാര്യമാകാത്തത്? ഇതൊരു നയപരമായ തീരുമാനമായി സർക്കാർ കൈക്കൊണ്ടതാണ്. അത് സർക്കാരുമായോ മന്ത്രിസഭയുമായോ ആലോചിക്കാതെ KB ഗണേഷ് കുമാർ മുന്നോട്ട് വെച്ചൊരാശയമാണോ? അല്ല, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബഹുമാനപ്പെട്ട മന്ത്രി KB ഗണേഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് 2 ദിവസം മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പല പദ്ധതികളുണ്ടെന്നും KSRTCയെ ലാഭത്തിലെത്തിച്ചില്ല എങ്കിലും നഷ്ടത്തിൽ നിന്ന് കരകയറ്റാനുള്ള ശ്രമം തന്നെ ഭാഗത്തുണ്ടാക്കുന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളെ വലിയ പ്രതീക്ഷയോടെയാണ് കേരളത്തിലെ പൊതുസമൂഹം കേട്ടത്. തീർച്ചയായിട്ടും അതിനെ ശ്ലാഘിക്കുക തന്നെ ചെയ്യണം. പക്ഷേ അതിനോടൊപ്പം തന്നെ അദ്ദേഹം തൻ്റെ മുൻഗാമിയെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ അദ്ദേഹം എടുത്ത മുഴുവൻ നിലപാടുകളും തെറ്റാണെന്നും അതൊക്കെയാണ് ഈ കോർപ്പറേഷൻ തകരാൻ കാരണമാണെന്നുള്ള ഒരു പലകുറി ആവർത്തിച്ച് അദ്ദേഹം സംസാരിച്ചു. അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത്, അതായത് UDFിലല്ല ഇപ്പോൾ മന്ത്രിയായിരിക്കുന്നത്, LDFിലാണ്. LDFിലെ ഏതെങ്കിലും ഒരു മന്ത്രിക്ക് തന്നിഷ്ടപ്രകാരം എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നു ഉള്ളത് അസാധ്യമാണ്. കൂട്ടുത്തരവാദിത്വമാണ് LDF മന്ത്രിസഭയുടെ ഏറ്റവും ഒരു പ്രത്യേകത. അത് LDFിൻ്റെ നയമനുസരിച്ചും മന്ത്രിസഭ തീരുമാനിക്കുന്ന തീരുമാനങ്ങളനുസരിച്ചും തൻ്റെ കഴിവ് മാക്സിമം പ്രകടിപ്പിക്കാനുള്ള ഒരവസരമാണ് ഒരു മന്ത്രി എന്ന നിലയ്ക്ക് LDF മന്ത്രിമാരിലുള്ളത്. അവിടെ നിന്നും അദ്ദേഹം അല്പം വ്യതിചലിച്ചു എന്നൊരു സംശയമുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ആവേശം കൊണ്ടായിരിക്കാം. ഇവിടെ നയപരമായ ഒരു വ്യതിയാനം എന്ന് പറയുന്നത് ലോകം മുഴുവൻ അംഗീകരിച്ചിരിക്കുന്നതാണ് ഇലക്ട്രിക്കൽ ബസ്സിലേക്കുള്ള, ഈ ബസ്സുകളിലേക്കുള്ള മാറ്റം, ഈ വാഹനങ്ങളിലേക്ക് തന്നെ, ബസ് മാത്രമല്ല മാറ്റം. ഐക്യരാഷ്ട്രസഭയുടെ പ്രഖ്യാപിതമായ നയമെന്ന് പറയുന്നത് 2030 ലോകം മുഴുവനായിട്ടും ഒന്നുമില്ലെങ്കിൽ ഹൈഡ്രജൻ ബസ്സുകൾ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ വാഹനങ്ങൾ ഒക്കെ ലോകവ്യാപകമായിട്ട് വരണം. കാരണം അത്രയധികം പരിസ്ഥിതി ലോകത്തിൽ തകരാറ് സംഭവിച്ചു കഴിഞ്ഞു. നമുക്കറിയാം, ഓസോൺ പാളികളുടെയൊക്കെ തകർച്ചകളൊക്കെ. അതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. കേന്ദ്ര സർക്കാരിൻ്റെ നയം ഇതുതന്നെയാണ്. 2016 അധികാരമറ്റ പിണറായി വിജയൻ സർക്കാരിൻ്റെ ആദ്യത്തെ നയപ്രഖ്യാപനത്തിൽ വന്നത് തന്നെ ഓൾട്ടർനേറ്റീവ് എനർജിയുള്ള വാഹനങ്ങളിലേക്ക് മാറാൻ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം അനുസരിച്ച് തന്നെയുള്ള ഒരു നയം അന്നേ പ്രഖ്യാപിച്ചതാണ്. വളരെ വ്യക്തമായി പറയുന്നുണ്ട്. പക്ഷേ ഈ അറിവുകളൊന്നും ഇല്ലാത്ത ഒരാളല്ല ശ്രീ KB ഗണേഷ് കുമാർ. ഒരു സർക്കാരിലേക്ക്, അതിനെ നയിക്കുന്ന മുന്നണിയിലേക്ക് ഒന്നും പെട്ടെന്ന് എടുത്തെറിയപ്പെടുന്ന ഒരാളല്ല. താനാണ് 2ാം ഘട്ടം KSRTCയെ നയിക്കേണ്ടത് എന്ന് 2.5 വർഷക്കാലം അറിഞ്ഞുകൊണ്ടിരുന്നയാളാണ്. ആ പ്രസ്ഥാനം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് സദാ അതുകൊണ്ട് തന്നെ ജാഗരൂകനായി വീക്ഷിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഈ പറയുന്ന സർക്കാരിന്റെ നയം എന്താണ്, എങ്ങനെയാണ് ഇലക്ട്രിക് ബസ്സുകൾ നിരത്തിലിറങ്ങിയത്, അതെങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അറിയാം. ഇതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് അദ്ദേഹം ഈ നിലപാട് പ്രഖ്യാപിക്കുന്നത് അത്ര നിഷ്കളങ്കമാണോ? അതൊരു നിഷ്കളങ്കമാണെന്ന് പറയാനായിട്ട് എനിക്ക് സാധിക്കത്തില്ല. കാരണം അദ്ദേഹം ഇതിനു മുമ്പ് KSRTC ഭരിച്ചിട്ടുണ്ട്. അന്ന് അത് UDFിൻ്റെ മന്ത്രിയായിരുന്നു. അന്ന് അത്യാവശ്യം കഴിവുള്ളൊരു മന്ത്രി എന്നുള്ളൊരു പേര് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ശരിയാണ്, അദ്ദേഹം വന്നതിന് ശേഷമാണ് ഈ യൂണിഫോമിൻ്റെ നിറം മാറ്റിയത്. അതുപോലെ തന്നെ KSRTCയുടെ ഔദ്യോഗികമായിട്ടുള്ള ഡിസൈൻ കളർ തന്നെ മാറ്റി. അതിനോടൊന്ന് വ്യാപകമായ എതിർപ്പുണ്ടായിരുന്നു. ഇനി അദ്ദേഹം അതിന് തുനിയല്ല നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം സർക്കാരിൻ്റെ നയത്തിന്, അത് ഇടതുപക്ഷ സർക്കാരിൻ്റെ മാത്രം നയമല്ല, കേന്ദ്ര സർക്കാരിൻ്റെ നയമാണ്, ലോകവ്യാപകമായിട്ടുള്ള നയമാണ്. അതിൽ നിന്ന് വ്യതിചലിച്ച് അദ്ദേഹം എന്തിനാണ് ഇങ്ങനെ ഒരു തീരുമാനം പ്രഖ്യാപിച്ചത് എന്ന് പറയുന്നത് അതിലൊരു സംശയത്തിന് നിഴലുണ്ട്. അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് അദ്ദേഹത്തിന് കൃത്യമായ രീതിയിൽ മറുപടി കൊടുത്തു കഴിഞ്ഞു. പിന്നെ പി പ്രശാന്ത് എന്ന് പറയുന്ന MLA അദ്ദേഹത്തിന് മറുപടി കൊടുത്തു.
അതുപോലെ തന്നെ ആര്യ പിന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറും അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അതിനെ നിശ്ചിതമായിട്ട് വിമർശിക്കുന്ന രീതിയിലുള്ള മറുപടി കൊടുത്തു. അതിലൊക്കെ ഉപരിയായിട്ട് അദ്ദേഹം ഡീസൽ വാഹനം 1 കോടി രൂപയ്ക്ക് ഇലക്ട്രിസിറ്റി അല്ല ഒന്നുകൂടെ പറഞ്ഞു ഇതൊന്ന് പൂർത്തീകരിച്ചോട്ടെ 1 കോടി രൂപയ്ക്ക് വാങ്ങുന്ന ഈ ബസ്സിനേക്കാൾ ലാഭം 4 ബസ് 1 കോടി രൂപ കിട്ടും എന്ന് അദ്ദേഹം പറഞ്ഞതിനകത്തുള്ള വൈരുദ്ധ്യം എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. 4 രൂപ മാത്രമേ ഉള്ളൂ 1 കിലോമീറ്റർ ഒരു ഈ ബസ്സിന് ചിലവുള്ളൂ. ആ സമയം 71 രൂപ വേണം ഒരു ഡീസൽ വണ്ടി ഓടാനായിട്ട്. അത് കൂടാതെ കൊണ്ട് തന്നെ പരിസര മലിനീകരണങ്ങൾ ഭീകരമായിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന ചിലവ് ഇനി തിരുവനന്തപുരം സിറ്റിയിൽ 80,000-ഓളം ആളുകൾ ഒരു ദിവസം ഈ ഇലക്ട്രിക്കൽ ബസ്സിനെ ആശ്രയിക്കുന്നുണ്ട്. ആ വാഹനം വന്നതിന് ശേഷം ആദ്യമൊക്കെ നഷ്ടമായിരുന്നെങ്കിൽ പിന്നീട് അത് ലാഭത്തിലേക്ക് കുതിച്ചു. 10 രൂപയ്ക്ക് യാത്ര ചെയ്യാന്നുള്ള ഒരു രീതിയിലേക്ക് അത് കഴിഞ്ഞ മന്ത്രിസഭയിൽ അംഗമായിരുന്ന ആന്റണി രാജു എടുത്തൊരു തീരുമാനമാണ്. അതോടുകൂടി ജനങ്ങൾ അതിലേക്ക് ഈ വാഹനത്തെ ശരിക്കും ആശ്രയിച്ചു തുടങ്ങി. 10 രൂപ പരിപാടി നിർത്തും എന്നൊക്കെ പറയുന്നത് അതൊരു ഇടതുപക്ഷ സർക്കാരിന് യോജിച്ചതല്ല. അതുകൊണ്ട് തന്നെയാണ് വിമർശനങ്ങൾ അദ്ദേഹത്തിന്റെ പേരിൽ ഉയരുന്നത്. അദ്ദേഹത്തിന് എന്തായാലും ഇത്തരം തീരുമാനങ്ങളിൽ നിന്ന് പുറകോട്ട് പോയേ പറ്റുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. വരാം അങ്ങ് 8 മണി വരെയാണ് ഈ ചർച്ചയിൽ തുടരുക. അതിനു മുൻപ് ഒരു തവണ കൂടി ഞാൻ അങ്ങയിലേക്ക് വരികയും ചെയ്യാം. ശ്രീ സണ്ണിക്കുടി എബ്രഹാം, ഇപ്പോൾ റെജി ലൂക്കോസ് പറഞ്ഞതിൽ ഒരു കാര്യം, നല്ല മന്ത്രി എന്നൊരു ഖ്യാതി അദ്ദേഹം മുൻപ് തന്നെ സ്വന്തമാക്കിയിട്ടുണ്ട്. ശരിയാണ്, KSRTCയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന ഒരാൾ എന്നു തന്നെയാണ് KB ഗണേഷ് കുമാറിനെ കേരള സമൂഹം കാണുന്നത്. അദ്ദേഹം ഈ ഇലക്ട്രിക് ബസ്സുകളുമായി ബന്ധപ്പെട്ട തീരുമാനം പുറത്തിറക്കിയ ഞങ്ങളുടെ തന്നെ വീഡിയോ ക്ലിപ്പ്, വാർത്താ സമ്മേളനത്തിൽ ഞങ്ങളുടെ തന്നെ വീഡിയോ ക്ലിപ്പിന് താഴെ അതിന് പിന്നാലെ വന്ന കമന്റുകൾ ഞാൻ പരിശോധിക്കുമ്പോൾ മുഴുവനും ഒന്നും തള്ളിപ്പറയലുകളല്ല. അതായത് അദ്ദേഹം എന്തെങ്കിലും ഒന്ന് പറയുന്നുണ്ടെങ്കിൽ അതൊരു കാരണവും ഉണ്ടാകുമെന്ന് വിചാരിക്കുന്ന ഒരു വലിയ സമൂഹം കേരളത്തിലുണ്ട്. അദ്ദേഹം പറഞ്ഞതിൽ പല ഘടകവിരുദ്ധതകളുണ്ട്, അദ്ദേഹം പറഞ്ഞതിൽ പല അവ്യക്തതകളുണ്ട്, അദ്ദേഹം പറഞ്ഞതിൽ നയപരമായ വ്യതിയാനങ്ങളുണ്ട്. ഇതെല്ലാം ഞാൻ അങ്ങനെ തന്നെ വെച്ചുകൊണ്ടാണ് പറയുന്നത്. എന്നിരുന്നാലും KB ഗണേഷ് കുമാർ അങ്ങനെ പറയണമെങ്കിൽ എന്തെങ്കിലും ഒന്നുണ്ടാകും എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ സമൂഹം കൂടി കേരളത്തിലുണ്ട്. അത് അദ്ദേഹത്തിന് മുൻകാല രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് അദ്ദേഹം സ്വായത്തമാക്കിയതുമാണ്. എന്നിരുന്നാലും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിലപാട്? UDFന്റെ മന്ത്രിയല്ല അദ്ദേഹം എന്ന് തിരിച്ചറിയണം എന്നാണ് ശ്രീ റെജി ലൂക്കോസ് പറഞ്ഞത്. ഇപ്പോൾ അദ്ദേഹം ഒരു നടനും കൂടെ ആണല്ലോ. ചിലരെ നല്ല നടൻ എന്നുള്ള ഒരു ഖ്യാതി പേരെടുക്കും ആദ്യത്തെ സിനിമകളിൽ. പിന്നീട് അടുത്തു വരുന്ന സിനിമകളിൽ നന്നായിട്ട് അഭിനയിച്ചില്ലെങ്കിൽ അയാളൊരു മോശം നടനായിട്ട് തന്നെയായിരിക്കും ആസ്വാദകർ, സിനിമാ പ്രേക്ഷകർ കാണുക. അത് ശ്രീ ഗണേഷ് കുമാർ മനസ്സിലാക്കേണ്ട, രാഷ്ട്രീയ പ്രവർത്തകർ മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ്. നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ ഒരു ഭേദപ്പെട്ട ഒരു വ്യക്തിയായിട്ട്, രാഷ്ട്രീയക്കാരനായിട്ട്, നേതാവായിട്ട്, ഭരണകർത്താവായിട്ട് ആളുകളെ ജനങ്ങൾ അംഗീകരിക്കുകയുള്ളൂ. പിന്നീട് ഈ UDFന്റെ മന്ത്രിയല്ല, LDFന്റെ മന്ത്രിയല്ല എന്ന് പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായില്ല. അദ്ദേഹം കൂട്ടുത്തരവാദിത്തത്തെ പറ്റിയാണ് പറഞ്ഞു തന്നു. ആ മാന്യ സുഹൃത്തിനോട് എനിക്ക് പറയാനുള്ളത്, ഏത് മുന്നണി ഭരിച്ചാലും കൂട്ടുത്തരവാദിത്തം ഉണ്ടായേ പറ്റൂ. അത് UDF ആണെങ്കിലും LDF ആണെങ്കിലും, അല്ലെങ്കിൽ ഒരു ഏകകക്ഷി ഭരണമാണെങ്കിലും, ഇനി BJPയുടെ ഏകകക്ഷി ഭരണമോ NDO ആണെങ്കിലും ആരുമായിക്കൊള്ളട്ടെ, ഒരു മന്ത്രിക്ക് മന്ത്രിസഭയോട് കൂട്ടുത്തരവാദിത്വം ഉണ്ടായാലേ പറ്റൂ. കൂട്ടുത്തരവാദിത്വമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു മന്ത്രി യാതൊരു സംശയവും വേണ്ട പുറന്തള്ളപ്പെടുക തന്നെ ചെയ്യും. ആ മന്ത്രിസഭയിൽ അദ്ദേഹത്തിന് ഇരിക്കാൻ പറ്റില്ല. അത് ഏത് പാർട്ടി ആയിക്കൊള്ളട്ടെ, ഏത് മുന്നണി ആയിക്കൊള്ളട്ടെ. അപ്പോൾ നമ്മൾ ശ്രീ ഗണേഷ് കുമാറിൻ്റെ ചില തീരുമാനങ്ങളെക്കുറിച്ചും അത് CPM തള്ളിക്കളഞ്ഞതിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ വെറുതെ UDF LDF എന്നൊന്നും പറഞ്ഞിട്ട് വെറുതെ കാര്യമില്ല. അത് പിന്നെ ഒരു മേപ്പൊടിക്ക് ഇങ്ങനെ സാമ്പാറിന് പിന്നെ കായം ചേർക്കുന്നത് പോലെ ചേർത്തിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം മാധു ഇവിടെ പറഞ്ഞു ആളുകൾ എന്തോ ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചു എന്ന് പറഞ്ഞു. ഗണേഷ് കുമാർ അല്ലേ പറഞ്ഞത് എന്തോ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചു എന്ന് പറഞ്ഞു. അതിനും എനിക്കൊരു ആദ്യം പറഞ്ഞ ഉദാഹരണമാവുള്ളൂ. ഒരു നല്ല നടനായിരുന്നു അദ്ദേഹം. കുറേ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സ്ക്രീനിൽ വരുമ്പോൾ അയാളൊരു നല്ല നടനാണ്, നല്ല അഭിനയം കാഴ്ചവെച്ചേക്കും എന്ന് കരുതുന്നത് പോലെയുള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ രാഷ്ട്രീയ ബുദ്ധി, നമ്മളെല്ലാവരും വലിയ മിടുക്കന്മാരുന്നു, പക്ഷേ രാഷ്ട്രീയ ബുദ്ധി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇവിടെ എന്താ വാസ്തവത്തിൽ സംഭവിച്ചിരിക്കുന്നത്? ഈ ഇലക്ട്രിക്കൽ ബസ്സിൻ്റെ കാര്യത്തിൽ ഇവിടെ CPMനെ പ്രതികരിച്ച് സംസാരിച്ച ആൾ പറഞ്ഞത് ഇത് ഭാവിയിലെ വാഹനമാണ്. ഇത് 2030 ആകുമ്പോഴത്തേക്ക് ലോകം മുഴുവൻ ഒന്നുകിൽ CNGയിലേക്ക് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഇന്ധനത്തിലേക്ക് മാറണം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ 113 ബസ്സുകൾ തിരുവനന്തപുരത്ത് ഓടുന്നുണ്ട്. അതുണ്ടാക്കുന്ന പരിസര മലിനീകരണം അല്ലെങ്കിൽ ഈ മലിനീകരണം വളരെ വളരെ ഇല്ല എന്ന് തന്നെ പറയാം. ചെറിയ ബസ്സുകളാണ്, അത് ഓടുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ചെലവിനെ കുറിച്ച് പറഞ്ഞു. ഒരു കിലോമീറ്ററിന് ഡീസലിന് 80 രൂപയാകുമ്പോൾ ഇവിടെ വെറും 4 രൂപയ്ക്കാണ് ആ വണ്ടി ഓടുന്നത്. ഇതിനേക്കാളെല്ലാം ഉപരി തിരുവനന്തപുരത്തെ വളരെ സാധാരണക്കാരായ ആളുകൾ
ഒരുപക്ഷെ സാധാരണക്കാരുണ്ട്, വണ്ടി സ്വന്തമായിട്ട് സ്വകാര്യ വാഹനം ഇല്ലാത്തവരുണ്ട്, ഉള്ളവരുമുണ്ട്. അവരടക്കമുള്ളൊരു വലിയ ജനാവലി, അതായത് 80,000 എന്നാണ് KSRTCയുടെ കണക്ക്, ഒരു ദിവസത്തെ യാത്രക്കാരുടെ കണക്ക്. അപ്പോൾ ഇത്രയും ആളുകൾ ഈ ബസ്സിനെ ആശ്രയിക്കുന്നത് അതിൻ്റെ ലാഭം മാത്രം പ്രതീക്ഷിച്ചല്ല. കാറുമായിട്ട് ഇറങ്ങണ്ട, അല്ലെങ്കിൽ സ്കൂട്ടറുമായിട്ട് ഇറങ്ങണ്ട. ഈ തിരുവനന്തപുരത്തെ തിരക്കിൽ വലിയൊരു ആശ്വാസമാണത്. അതേസമയം 10 രൂപയ്ക്ക് അറിയാമല്ലോ, മാധു അത് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഒരാളാണ്, ഞാൻ ഈ കവടിയാറിൽ താമസിക്കുന്നു, അത് ഉപയോഗിച്ചിട്ടുള്ള ആളാണ്. 10 രൂപയ്ക്ക് നിങ്ങൾക്ക് അടുത്തൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോകാം. അത് നീണ്ടതായിക്കോട്ടെ, അടുത്ത ഡെസ്റ്റിനേഷൻ ആയിക്കോട്ടെ. അത് മാത്രമല്ല, 15 രൂപയുടെ ഒരു ടിക്കറ്റ് എടുത്താൽ ഒരു ദിവസം ആ യാത്രക്കാരന് എവിടെയും യാത്ര ചെയ്യാം. ഇതൊക്കെ ഡൽഹിയിലൊക്കെ പണ്ട് ഉണ്ടായിരുന്ന ചില സംവിധാനങ്ങളാണ്. അങ്ങനെ ജനങ്ങൾക്ക് ഏറ്റവും ഗുണകരമായ, ജനങ്ങൾക്ക് ഏറ്റവും സ്വീകാര്യമായ, പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന, പരിസ്ഥിതി സൗഹൃദമായ ഒരു തീരുമാനം ഒരു തീരുമാനം നടപ്പാക്കിയത്, അതായത് ഏത് മന്ത്രി ആയിക്കൊള്ളട്ടെ, ഏത് മുന്നണിയാവട്ടെ എന്നല്ല, അത് നടപ്പാക്കിയത് അതിനെ തിരുത്തും എന്ന് പറഞ്ഞാൽ വീണ്ടും നമ്മൾ ഈ പുക തുപ്പുന്ന ഡീസൽ എഞ്ചിൻ വരുന്നു, വീണ്ടും ചാർജ് കൂടുന്നു. നേരത്തെ 3000 പേരുള്ളിടത്താണ് 80,000 പേര് യാത്ര ചെയ്യുന്നത്. എന്തുകൊണ്ട് ആര്യ രാജേന്ദ്രനും പ്രകാശും ഇതിനെ എതിർക്കുന്നത്? നമ്മുടെ സാർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ കോർപ്പറേഷനിലേക്കൊക്കെ ഇപ്പോൾ CPM ആണ് ഇവിടെ ഭരിക്കുന്നത്. അത് ആജീവനകാലത്തെ കൊള്ളൽ. ഇനി തിരഞ്ഞെടുപ്പ് വരും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ വണ്ടികൾ പിൻവലിക്കുന്നു, അതായത് ഇലക്ട്രിക്കൽ ബസ്സുകൾ പിൻവലിക്കുന്നു. ഇതിൻ്റെ 10 രൂപ എന്നുള്ള ടിക്കറ്റ് 15-20 രൂപയാക്കുന്നു. ഇനി 1-2 വർഷം കഴിയുമ്പോൾ, എനിക്ക് കൃത്യമായ സമയം ഓർമ്മയില്ല, ഒരു കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ CPM പോലൊരു പാർട്ടി, നമ്മൾ മനസ്സിലാക്കണം, വലിയ കാര്യങ്ങളൊന്നുമില്ല, ഇത് വലിയ നയപരമായ കാര്യങ്ങളൊന്നും. ജനങ്ങൾക്ക് ഏറ്റവും ഗുണകരമായ ഒരു തീരുമാനം നടപ്പാക്കുന്നത്, പിൻവലിക്കുന്ന ഒരു സാഹചര്യത്തെ CPM അംഗീകരിച്ചു കൊടുക്കുന്നു. ഗണേഷ്, ഇന്ന് പത്രത്തിൽ വായിച്ച ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. മുൻമന്ത്രി ആന്റണി രാജുവിന്റെ തലയിൽ കൈവച്ച് ഈ പറയുന്ന കാറും ബൈക്കും എടുത്തിറങ്ങേണ്ട എന്നങ്ങ് പറഞ്ഞ ഒരു വലിയ സമൂഹത്തിനപ്പുറത്തേക്ക് വീട്ടുജോലിക്ക് പോകുന്ന ഒരു സ്ത്രീ മുൻമന്ത്രി ആന്റണി രാജുവിന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നത് പോലെ പറഞ്ഞു അത്രേ അവർക്ക് ആ മാറ്റമുണ്ടാക്കിയത്. ഒരു ദിവസം കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് 10-80 രൂപ ഓട്ടോയ്ക്കും ബസ്സിനുമായി കൊടുക്കേണ്ടിയിരുന്ന കാലത്ത് നിന്ന് 20 രൂപയ്ക്ക് അത് സാധിക്കുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തെ, ആശ്വാസത്തെ, സാമ്പത്തികമായ ആശ്രയത്തെ ഒക്കെ അവർ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. മറ്റെന്താണ് ഒരു പൊതുപ്രവർത്തനം വേണ്ടത് എന്നതൊക്കെ ഒരു ചോദ്യമാണ്, അതൊരു അനുഭവമാണ്. വല്ലപ്പോഴും മാത്രം മനുഷ്യന് മനസ്സറിഞ്ഞ് കിട്ടുന്ന അംഗീകാരം എന്ന് പറയുന്നത് അതൊക്കെ നമ്മുടെ മുന്നിലുള്ളപ്പോഴാണ് ഇങ്ങനെ ഒരു തീരുമാനം മുന്നിലേക്ക് വരികയും ചെയ്യുന്നത്. ശരി, ശ്രീ ഡിജോ കാപ്പൻ, പക്ഷേ മന്ത്രി ആദ്യം തന്നെ പ്രഖ്യാപിക്കുന്ന ഒരു നഷ്ടക്കണക്കാണ്. ഇലക്ട്രിക് ബസ്സുകൾ നഷ്ടമാണ് എന്ന് അദ്ദേഹം പറയുന്നു. മുൻമന്ത്രി പറഞ്ഞത് ലാഭമാണെന്നാണ്, അന്ന് KSRTC മാനേജ്മെന്റിന്റെ നിലപാട് ലാഭമാണ് എന്നാണ്. 36 ലക്ഷം രൂപ പ്രതിമാസം ലാഭക്കണക്ക് ഈ ബസ്സുകളിൽ നിന്നുണ്ടാകുന്നു എന്നാണ് KSRTC കണക്ക് കഴിഞ്ഞ കുറേ മാസത്തേത്. 46 രൂപ ഒരു കിലോമീറ്ററിൽ നിന്ന് വരുമാനം ഉണ്ടാകുമ്പോൾ 26 രൂപയാണ് ചെലവ്. അങ്ങനെയൊന്നും ഒരു കണക്ക് KSRTCയുടെ ഒരു കണക്ക് പുസ്തകത്തിൽ നിന്ന് നമുക്ക് കിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ വർത്തമാനകാല അനുഭവം. കുറച്ചൊക്കെ പഴയതും. അവിടെയാണ് ഈ ബസ്സുകൾ ഇങ്ങനെ മാതൃകാപരമായി മുന്നോട്ട് പോകുന്നതെങ്കിൽ എന്തിനത് പിൻവലിക്കണം? ആർക്കു വേണ്ടി അത് പിൻവലിക്കണം? മധു, ലോകം മുഴുവനും സോളാർ സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ ഹരിത എനർജിയിലേക്ക് മാറുമ്പോൾ നമുക്ക് മാത്രം പുറംതിരിഞ്ഞ് നിൽക്കാൻ കഴിയില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഈ ഇലക്ട്രിക് ബസ്സുകൾക്ക് KSRTC തന്നെ ഒരു ഡിവിഷൻ ഉണ്ടാക്കി ഇവർക്ക് പ്രോപ്പർ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കുറേ കൂടി എക്കണോമിക്കലാവും. പിന്നെ ഞാനിത് മനസ്സിലാക്കിയത് എന്താ വെച്ചാൽ LDF ഗവൺമെൻറ് വന്നതിന് ശേഷം KSRTCക്ക് വേണ്ടിയിട്ട് കണ്ടമാനം പൊതുഖജനാവിലെ പണം പമ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ ഇതിനെ നന്നാക്കാം എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പ്രൊഫസർ സുശീൽ ഖന്നയെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കാനായിട്ട് വെച്ചു. അദ്ദേഹത്തിൻ്റെ പ്രധാന ശുപാർശ എന്ന് പറയുന്നത് KSRTCയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാർ ആരും ക്വാളിഫൈഡ് അല്ല. അവർ സർവീസിൽ ആശ്രിത നിയമനത്തിൽ കൂടെയൊക്കെ കയറി വന്നിട്ട് അവിടെ ഇരുന്ന് വീണ്ടും പരീക്ഷയൊക്കെ പാസ്സായി വന്ന അൺക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണ്. അവരെയൊക്കെ മാറ്റി ഡയറക്ട് റിക്രൂട്ട്മെൻറ്റിൽ ഈ പോസ്റ്റുകളിൽ ആളെ വെക്കണമെന്നാണ്. അപ്പോൾ ടോമിൻ തച്ചങ്കരിയുടെ കാലത്ത് അങ്ങനെ വന്ന ഓപ്പറേഷൻ്റെയും മറ്റു ചുമതലയുള്ള ഡയറക്ടർമാരെ അവിടുന്ന് മാറ്റിയിരുന്നു. അവരെ ആരും തിരിച്ചു കൊണ്ടുവന്നില്ല. അപ്പോൾ അവരെല്ലാം ഇപ്പോൾ തിരിച്ചു വരാൻ പോകുന്നു എന്ന് പറഞ്ഞ് അവരിൽ ചില ആളുകൾ ബഹുമാനപ്പെട്ട മന്ത്രിയെ തെറ്റായ കണക്ക് കൊടുത്ത് ബോധ്യപ്പെടുത്തിയെന്നാണ് ഞാൻ ഇന്നലെയും ഇന്നുമായി തിരുവനന്തപുരത്ത് ഇതുമായി ബന്ധപ്പെട്ട് പഠിച്ചപ്പോൾ മനസ്സിലാക്കിയത്. ഒറ്റ കാര്യം ഞാൻ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്ന പോലെ പറയാം. അതായത് ഒരു ഡീസൽ വണ്ടി, ഒരു ബസ് ഓടാനായിട്ട് 1 കിലോമീറ്ററിൻ്റെ ഡീസൽ കോസ്റ്റ് എന്ന് പറയുന്നത് 25 രൂപയാകുമ്പോൾ ഇലക്ട്രിക് ബസ്സുകൾ ചാർജ് ചെയ്യാനായി 2.25 രൂപയേ ഉള്ളൂ. അതായത്
500 കിലോമീറ്റർ ആവറേജ് ഒരു വണ്ടി ഓടുന്നെന്ന് സങ്കല്പിക്കുക. അപ്പോൾ ഡീസൽ അടിക്കാൻ തന്നെ 12,510 രൂപ വേണം. അതേസമയം അത് ഇലക്ട്രിക് വണ്ടികൾ ചാർജ് ചെയ്യാനായിട്ട് 1,250 രൂപയുള്ളൂ. അതായത് ഒരു ദിവസത്തെ ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, ഡീസലും ഇലക്ട്രിസിറ്റിയും ഉപയോഗിച്ച് ഓടുന്ന വണ്ടികൾ തമ്മിലുള്ള വ്യത്യാസം 11,250 രൂപയാണ്. എന്ന് പറഞ്ഞാൽ 10,000 രൂപ കൂട്ടിക്കോ, 30 ദിവസം ഓടുമ്പോൾ എത്രയായി? അപ്പം ആ ഒരൊറ്റ കണക്ക് ഈ മന്ത്രിയുടെ അടുത്ത് ഇവരൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഗണേശൻ ഈ ട്രാപ്പിൽ ചെന്ന് വീടില്ലായിരുന്നു. മാത്രവുമല്ല 2021 പ്ലാനിംഗ് ബോർഡ് തയ്യാറാക്കിയ വിഷൻ, ആ വിഷനകത്ത് പറയുന്നത് 2025 ആകുമ്പോഴത്തേക്കും കേരളത്തിൽ 1/3 വാഹനങ്ങൾ ഇലക്ട്രിക് വണ്ടികളാകണമെന്നാണ് പ്ലാനിംഗ് ബോർഡിൻ്റെ വർക്കിംഗ് ഗ്രൂപ്പിൽ തന്നിരിക്കുന്ന റിപ്പോർട്ട്. അപ്പം അതൊക്കെ ബഹുമാനപ്പെട്ട ഗണേശനെ ബോധ്യപ്പെടുത്താതെ സ്വാഭാവികമായിട്ടും ഈ 1 കോടി രൂപയുടെ കണക്ക് മാത്രം പറഞ്ഞു കാണും. ശരിയാ, അദ്ദേഹം പറഞ്ഞ പോയിന്റ് അവിടെയാണ്. 1 കോടി രൂപ മുടക്കുന്ന ഇലക്ട്രിക് ബസ്സും 25 ലക്ഷം രൂപ മുടക്കുന്ന ഡീസൽ വണ്ടിയും, അപ്പോൾ 4 വണ്ടി മേടിക്കാം. ആ കണക്കിൽ ശരിയാണ്. പക്ഷേ ഓപ്പറേറ്റിംഗ് കോസ്റ്റിൽ ഇത്രയും ഒരു വണ്ടിക്ക് 10,000 രൂപയുടെ ചെലവ് പ്രതിദിനം ഉണ്ടാകുന്നുണ്ടെന്നുള്ള ഒരു കാര്യം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാതെ ചില ആളുകൾ അദ്ദേഹത്തിൻ്റെ ഒപ്പം കൂടി നിന്ന് KSRTCയിൽ തിരിച്ചു വന്ന് അധികാരപ്രമത കാണിക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ നടപടി ഉണ്ടായത്. ഒരു പക്ഷേ അത് കേരളത്തിനും KSRTCക്കും നന്നായി ഇപ്പം ബഹുമാനപ്പെട്ട മന്ത്രിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞല്ലോ എങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക് എന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറയാനുള്ളത്, ഇന്ന് പൊതുഗതാഗതത്തിൽ നിന്ന് പ്രത്യേകിച്ച് കോവിഡ് കാലം വന്നു കഴിഞ്ഞപ്പം ഈ സോഷ്യൽ ഡിസ്റ്റൻസിൻ്റെ പേരിൽ ഒത്തിരി യാത്രക്കാരെ പൊതുഗതാഗതത്തിന് നഷ്ടപ്പെട്ടു. അതായത് ഇപ്പോൾ 20 ലക്ഷം യാത്രക്കാരാണോ KSRTCക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഒരു കാലത്ത് 30-32 ലക്ഷം യാത്രക്കാരുണ്ടായിരുന്നു. ആ യാത്രക്കാരെ തിരിച്ചു കൊണ്ടുവരണം. അവരെ കൊണ്ടുവരണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അവരെ ആകർഷിക്കണം. ഇന്ന് ഇന്ത്യയിൽ സ്വകാര്യ വാഹനങ്ങളെ പൊതുഗതാഗതത്തെക്കാൾ ചീപ്പായിട്ട് സ്വകാര്യ വാഹനങ്ങളിൽ യാത്ര ചെയ്യാവുന്ന ബസ് കൂലിയാണ് ഇന്ന് കേരളത്തിൽ. നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് തമിഴ്നാട്ടിലേക്ക് ഓടുന്ന വണ്ടി തമിഴ്നാട് അതിർത്തി കയറിയാൽ കേരളത്തിൽ ഓടുന്നതിൻ്റെ പകുതി ചാർജേ വാങ്ങാൻ കഴിയുള്ളൂ. എന്താണെന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ ഇതുപോലെ കൂടുതൽ ചാർജ് വാങ്ങാൻ കഴിയില്ല. അവിടെ 5 രൂപയ്ക്ക് മിനിമം ചാർജിൽ യാത്ര ചെയ്യുമ്പോൾ ഇവിടെ 10 രൂപയാണ്. അപ്പോൾ ആ 10 രൂപ മേടിച്ചിട്ടും ഇത് പോരെന്ന് പറഞ്ഞാൽ ആളുകൾ എന്ത് ചെയ്യും? 10 രൂപ എന്ന് പറയുമ്പോൾ 2.5 കിലോമീറ്ററിന് 10 രൂപ കൊടുത്ത് ഡീസൽ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരൻ ആദ്യത്തെ കിലോമീറ്ററിന് കൊടുക്കുന്നത് 4 രൂപയാണ്. അതേസമയം 70 കിലോമീറ്റർ മൈലേജുള്ള 2 വീലറിൽ കയറിയാൽ 1.5 രൂപ മതി. 1.5 രൂപയ്ക്ക് സ്വകാര്യ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ പൊതുഗതാഗതത്തിൽ 4 രൂപ കൊടുക്കുക. അങ്ങനെയുള്ള ആ കാലഘട്ടത്തിൽ അതാണ് 30,000 ബസ് ഉണ്ടായിരുന്ന സ്വകാര്യ ബസ്സുകൾ ഇന്ന് 12,000 കുറഞ്ഞു എന്ന് അവർ പറയുന്നതിന്റെ കാരണം ചാർജ് കണ്ടമാനം കൂട്ടിയാൽ വരുമാനം കൂടുമെന്നുള്ള ഒരു തെറ്റിദ്ധാരണ. ഓക്കെ, ശരി, ഞാൻ അങ്ങിലേക്ക് വരാം. ശ്രീ ഉപേന്ദ്രനാരായണൻ, പക്ഷേ ഇന്നിപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ബസ്സുകളുടെ ലൈഫ് അത് എത്ര കാലമെന്ന് ഉറപ്പ് നൽകാൻ കഴിയുന്നില്ല ഇതിൻ്റെ നിർമ്മാതാക്കൾക്ക് തന്നെ എന്നുള്ളതാണ്. ഈ 1 കോടി രൂപ നൽകി ഒരു ബസ് വാങ്ങിയാൽ അതിൻ്റെ ബാറ്ററി ലൈഫ് എത്രയാണ്, എത്ര കാലം അത് നിരത്തിലോടും, എത്ര കാലം കഴിഞ്ഞാൽ കട്ടപ്പുറത്ത് കയറും എന്നത് സംബന്ധിച്ച് ഒരു ധാരണയുമില്ല എന്നുള്ളതാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം. ഇതിൻ്റെ ആനുവൽ മെയിൻ്റനൻസ് പോലും ഉറപ്പ് നൽകുന്നില്ല, ഒരു 3 വർഷത്തേക്ക് പോലും ഉറപ്പ് നൽകുന്നില്ല നിർമ്മാതാക്കൾ എന്നതൊക്കെ നമ്മൾ അന്വേഷിക്കുമ്പോൾ ചില ആളുകൾ പറയുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടോ? തീർച്ചയായിട്ടും നല്ലൊരു പോയിൻ്റാണ് അങ്ങ് ഉന്നയിച്ചത്. കാരണം ഈ ലൈഫ് ലോങ് ആയിട്ട് ഇലക്ട്രിക് ബസ്സുകൾ ഓടില്ല, നാം മനസ്സിലാക്കണം. ഇപ്പോൾ 10 ലക്ഷം രൂപയുടെ ഒരു ഇലക്ട്രിക് കാർ വാങ്ങിയാൽ 5 കൊല്ലം കഴിയുമ്പോഴേക്കും അതിൻ്റെ ബാറ്ററി പൂർണ്ണമായിട്ടും നമുക്ക് പുതിയത് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ 10 ലക്ഷം രൂപയുടെ കാറിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് 4 ലക്ഷം രൂപ വേണ്ടി വരും പുതിയ ബാറ്ററി ഇൻസ്റ്റാൾ ചെയ്യാൻ. കാര്യം ബാറ്ററി ലൈഫ് വളരെ ലിമിറ്റഡാണ്. അത് ബഹുമാനപ്പെട്ട മന്ത്രി പഠിച്ചതിന് ശേഷമായിരിക്കും ഇങ്ങനെ ഒരു തീരുമാനം അദ്ദേഹം പറഞ്ഞത്. പിന്നെ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഒന്നും എനിക്കറിയില്ല. അതേസമയം ഡീസൽ എഞ്ചിൻഡ് വെഹിക്കിൾസ് അല്ലെങ്കിൽ CNG ബസ്സസ് എന്ന് പറയുന്നത് അത് ലൈഫ് ലോങ് ആണ്. അതിനകത്ത് കാര്യമായിട്ട് ചേഞ്ചസ് ഒന്നും മാറ്റണ്ട, എഞ്ചിൻ മാറ്റണ്ട, ഗിയർ ബോക്സ് മാറ്റണ്ട. ടെക്നിക്കലി ഈ ഇലക്ട്രിക് ബസ്സുകൾ റിച്ച് കൺട്രീസിലേക്കാണ് പറ്റുന്നത്. കേരളം മാതിരി അല്ലെങ്കിൽ ഇന്ത്യ മാതിരി ഒരു രാജ്യത്തേക്ക് നമുക്ക് പറയാം 2030 നമുക്ക് എല്ലാം ഇലക്ട്രിക് ആക്കാമെന്ന് പറയുമ്പോൾ സത്യാവസ്ഥ ടെക്നിക്കലായിട്ട് പഠിച്ചിട്ട് പറയേണ്ട ആവശ്യം എല്ലാവരിലും ഉണ്ട്. ഞാനിത് പഠിച്ചിട്ട് പറയുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാറ്ററി ലൈഫ്. അപ്പോൾ ഈ 1 കോടി രൂപയുടെ ബസ്
20 ലക്ഷം രൂപയുടെ ബാറ്ററി എങ്കിലും ഇതുമേ 5 കൊല്ലം കഴിയുമ്പോഴേക്കും ഇൻസ്റ്റാൾ ചെയ്യണം. അത്രയും ബസ്സുകൾക്ക് ബാറ്ററി വാങ്ങാനുള്ള കപ്പാസിറ്റി KSRTCക്ക് ഉണ്ടോ? അതൊരു വലിയ ബാധ്യതയാകില്ലേ? രണ്ടാമത്തത്, ഇതിൻ്റെ ടെക്നിക്കൽ നോഹൗ എത്ര മെക്കാനിക്സിന് ഉണ്ട്? അവരാരും ട്രെയിൻഡ് അല്ല. ഇത് ഏതോ കമ്പനി സപ്ലൈ ചെയ്യുന്നു എന്നല്ലാണ്ട് അവർ മെയിൻ്റനൻസ് കോൺട്രാക്ട് ഏറ്റെടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ഈ ബസ് ഓരോന്നോരോന്നായിട്ട് പിന്നെ കട്ടപ്പുറത്ത് കയറുമ്പോൾ നമ്മൾ മുടക്കിയ പൈസ നമ്മുടെ ഖജനാവ് മുടിക്കാനായിട്ട് ഈ ഇലക്ട്രിക് ബസ്സുകൾക്ക് സാധിക്കും. പിന്നെ ബഹുമാനപ്പെട്ട ആൻ്റണി രാജു സാർ കൊണ്ടുവന്ന ആ ഒരു നയം 10 രൂപയ്ക്ക് തിരുവനന്തപുരം സിറ്റിയിൽ എവിടെയും പോകാം എന്ന് പറയുന്നത് ഒരിക്കലും അത് കട്ട് ചെയ്യരുത്. ആ 10 രൂപ നിരക്കിൽ തന്നെ നമ്മുടെ നാട്ടിൽ ബസ്സുകൾ ഓടണം. പക്ഷേ ഇലക്ട്രിക് ബസ്സുകൾ എന്ന് പറയുന്നത് ദൂരവ്യാപകമായിട്ട് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ ആക്സിഡൻറ്റ് റേറ്റും കൂടുതലാണ്. ഇത് പൊട്ടിത്തെറിച്ച് അപകടങ്ങൾ ഉണ്ടാകുന്ന കഥ. ടെസ്ല എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനി ലോകത്ത് ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് വാഹനങ്ങൾ ഉണ്ടാക്കുന്നവരാണ്. അവരുടെ വാഹനങ്ങൾ പോലും പൊട്ടിത്തെറിച്ച് ഒന്നടങ്കം ആൾക്കാർ മരിക്കുന്നുണ്ട്. അപ്പോൾ സേഫ്റ്റി പോയിൻ്റ് ഓഫ് വ്യൂവിലും ഇതൊരു നെഗറ്റീവാണ്. എക്കണോമിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂവിലും ഇത് എക്കണോമിക്കൽ അല്ല, നെഗറ്റീവാണ്. അപ്പോൾ നമുക്ക് എന്തിനാണ് ഈ ഇലക്ട്രിക് ബസ്സുകൾ? ഇപ്പം പലരും പറഞ്ഞല്ലോ ഇതിനകത്ത് സർവീസ് ചെയ്യാൻ ആളില്ല, നമ്മുടെ വർക്ക്ഷോപ്പുകൾ അതിന് ഫിറ്റല്ല, ഇതിൻ്റെ ബാറ്ററി റീപ്ലേസ് ചെയ്യാൻ കിട്ടുമോ എന്നുള്ള പല പല കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ട് വേണം ഇലക്ട്രിക് ബസ്സിനെ പറ്റി പ്രൊമോട്ട് ചെയ്യേണ്ടത്. ശരി, ഞാൻ അങ്ങനെയൊക്കെ വരാം. ശ്രീ റെജി ലൂക്കോസ്, കുറച്ച് സമയമേ അങ്ങ് ഇനി ചർച്ചയിലുള്ളൂ. ശ്രീ റെജി ലൂക്കോസ്, ഒന്ന്, ഈ 2 സ്മാർട്ട് സിറ്റി പദ്ധതികൾ വഴി നമുക്ക് ബസ്സുകൾ കിട്ടാനുണ്ട്. പിന്നെ പ്രധാനമന്ത്രി ഇ സേവ പദ്ധതി വഴി ഒരു 950 ഇലക്ട്രിക് ബസ്സുകൾ കേരളത്തിന് കിട്ടാനുണ്ട്. ഈ ബസ്സുകളുടെ കാര്യത്തിൽ ഇപ്പോഴത്തെ ഈ നിലപാട് ബാധകമാകുമോ? അങ്ങനെ ഇലക്ട്രിക് ബസ്സുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമോ തുടങ്ങിയ ആശങ്കകൾ വലിയ തോതിലുണ്ട്. KSRTC സ്വന്തം കയ്യിൽ നിന്ന്, സർക്കാർ സ്വന്തം കയ്യിൽ നിന്ന് കാശ് മുടക്കി ഇനി ഈ ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങില്ല എന്നാണോ, അതോ KSRTCക്ക് ഇലക്ട്രിക് ബസ്സുകളെ വേണ്ടതില്ല എന്നൊരു നിലപാടാണോ മന്ത്രി സ്വീകരിച്ചിട്ടുണ്ടാവുക? അല്ല, അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താനൊന്നും മന്ത്രിക്ക് സാധിക്കത്തില്ല. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും മന്ത്രിസഭയും മുഖ്യമന്ത്രിയും കൂടി എടുക്കുന്ന തീരുമാനത്തിന് അനുസരിച്ച് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റത്തുള്ളൂ. ഈ ഇലക്ട്രിക്കൽ ബസ്സിനെ കുറിച്ച് തെറ്റായ രീതിയിലുള്ള ചില കാര്യങ്ങൾ ഈ ചർച്ച വന്നിട്ടുണ്ട്. അത്യാവശ്യം അതിനെക്കുറിച്ച് അറിയാവുന്നുള്ള നിലയ്ക്ക്, ഞാനതിൽ ടെക്നീഷ്യനൊന്നുമല്ല, ഞാൻ മംഗളം പത്രത്തിൽ ഈ ബസ്സിനെക്കുറിച്ച് അതിൻ്റെ ലോകത്തിലെ ആദ്യം ഈ ബസ് നിർമ്മിച്ച നിർമ്മാതാക്കളുടെ സ്വിറ്റ്സർലൻഡിലെ പ്ലാന്റിൽ പോയി കണ്ട് അതിനെക്കുറിച്ച് മംഗളം പത്രത്തിൽ 1.5 പേജ് ഞാനൊരു ലേഖനം എഴുതിയിട്ടുണ്ടായിരുന്നു 2018 സപ്ലിമെൻറ്റിൽ. അതനുസരിച്ച് എനിക്ക് കിട്ടിയ അറിവ് ശരിയാണെന്ന്, ശരിയും അതിന് 100% കറക്റ്റായ അറിവ് തന്നെയാണ്. ഇപ്പോൾ 2018 ഇപ്പോൾ 5 വർഷത്തോടെ കഴിഞ്ഞ് 80 വർഷം മുമ്പാണ് ലോകത്തിൽ ആദ്യമായിട്ട് ഇലക്ട്രിക്കൽ ബസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് സ്വിറ്റ്സർലൻഡിലാണ്. കഴിഞ്ഞ 16 വർഷമായിട്ട് വേണമെങ്കിൽ കണക്ക് ആർക്കും ക്രോസ് ചെക്ക് ചെയ്യാം. യൂറോപ്പ് വ്യാപകമായിട്ട് തന്നെ ഇപ്പോൾ ഏതാണ്ട് 65% ബസ്സുകൾ ഇലക്ട്രിക്കൽ വാഹനങ്ങളായിട്ട് മാറിക്കഴിഞ്ഞു. അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലെ മിക്കവാറും സർക്കാരിൻ്റെ അധീനതയിലുള്ള കൗണ്ടികളുടെ അധികാരത്തിലുള്ള എല്ലാ സ്ഥലങ്ങളിലും 90% ഇലക്ട്രിക്കൽ വാഹനങ്ങളിലേക്ക് മാറിക്കഴിഞ്ഞു. ഇലക്ട്രിക്കൽ വാഹനത്തിൻ്റെ ബാറ്ററി പൊട്ടിത്തെറിക്കും, ഇലക്ട്രിക്കൽ വാഹനങ്ങൾ ബാറ്ററി ചേഞ്ച് ചെയ്യുന്നതിന് ഭീമമായ എമൗണ്ട് വരുന്നൊക്കെ പറയുന്നത് വാസ്തവത്തിൽ വളരെ തെറ്റായ രീതിയിലുള്ളൊരു ആരോപണമാണ്. ഇലക്ട്രിക്കൽ വാഹനങ്ങൾ അതിൻ്റെ ലാഭത്തിൻ്റെ 320% ആ മുടക്കുമുതൽ തിരിച്ചു കിട്ടിയതിന് ശേഷം മാത്രമാണ് ഈ ബാറ്ററികൾ മാറേണ്ട സാഹചര്യം ഉണ്ടാകത്തുള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ലിങ്ക് ഇപ്പം മാധുവിന് അയച്ചത്, ഇന്ന് എൻ്റെ കിട്ടിയ ലിങ്കാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള യാഥാർത്ഥ്യങ്ങൾ നിൽക്കുക. ഇതിലൊക്കെ ഉപരിയായിട്ട് ലോകം പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ പരിസ്ഥിതിക്ക് ആഘാതമായിരിക്കുന്ന വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ചൈനയാണ്. ഇന്ത്യക്ക് 2ാം സ്ഥാനമുണ്ട്. അമേരിക്കയ്ക്ക് 2ാം സ്ഥാനമുണ്ട്, ഇന്ത്യക്ക് അത് 3ാം സ്ഥാനമാണ്. അങ്ങനെ മറ്റു പല കാര്യങ്ങളിലും പാരിസ്ഥിതികപരമായിട്ടുള്ള ആഘാതങ്ങൾ, ദുരന്തങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിൽ ഈ ബസ് അല്ലെങ്കിൽ CNG പോലുള്ള ബസ്സുകൾ അല്ലെങ്കിൽ ഹൈഡ്രജൻ എനർജിയിൽ പ്രവർത്തിക്കുന്ന വാഹനങ്ങളൊക്കെ വന്നേ തീരുന്നൊരവസ്ഥയിൽ അതിൻ്റെ ചിലവ് പോലും നോക്കാറുണ്ട് മാറേണ്ട സാഹചര്യം വരുമ്പോൾ ഇത്തരം വാഹനങ്ങൾ അതിൻ്റെ ലാഭവിഹിതവും പരിസ്ഥിതിക്ക് നൽകുന്ന ഗുണകരമായിട്ടുള്ള മാറ്റമൊക്കെ നമ്മുടെ മുമ്പിലുള്ളപ്പോൾ ഈ വാഹനത്തിനെതിരെ ആര് എങ്ങനെ പറഞ്ഞാലും അത് മറ്റെന്തെങ്കിലും ദുരുദ്ദേശത്തിൽ മാത്രം പറയാൻ പറ്റുള്ളൂ. ഉദാഹരണത്തിന് ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ നല്ലൊരു ശതമാനം വണ്ടികളും ഏതാണ്ട് 100% CNGയിലേക്ക് മാറിയിട്ട് 12 വർഷത്തോളമായി. അവർ തന്നെ ഇലക്ട്രിക്കൽ വാഹനങ്ങളിലേക്ക് മാറാനുള്ള തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞു. ഇങ്ങനെ പല സംസ്ഥാനങ്ങളും
വളരെ ഗൗരവമായിട്ട് തമിഴ്നാട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു ഇലക്ട്രിക്കൽ ബസ്സുകളിലേക്ക് പൂർണ്ണമായിട്ട് തന്നെ മാറാനായിട്ട്. ശ്രീ രജു, ഈ പറയുന്ന ഒരു രാഷ്ട്രീയ പ്രശ്നം അതിലുണ്ട്. KSRTC പലവിധ പ്രശ്നങ്ങളിലൂടെ പോകുമ്പോഴും വലിയ വിവാദങ്ങളിലേക്ക് പോകുമ്പോഴും ആളുകൾ കൂലിപ്പണിക്ക് പോകാൻ അനുമതി ചോദിച്ച് കത്തെഴുതുമ്പോഴും ഒന്നും KSRTCയിലെ ഗതാഗത വകുപ്പ് മന്ത്രിക്കെതിരെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് എന്തെങ്കിലും ഒന്നും പറയേണ്ടി വന്നിട്ടില്ല. പക്ഷെ നിലവിൽ ആ സാഹചര്യമുണ്ട്. LDF-നോട് ചേർന്ന് പോകുന്ന നിലപാടല്ല KB ഗണേഷ് കുമാറിന് എന്നൊരു പ്രചാരണമുണ്ടെങ്കിൽ അതിന്റെ യാഥാർത്ഥ്യം എത്രയാണ്? അതിനകത്ത് ബഹുമാനപ്പെട്ട ഡിജോ കാപ്പൻ പറഞ്ഞതിനോട് ഞാൻ യോജിക്കും. അദ്ദേഹത്തിന് ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചായിരിക്കും. അദ്ദേഹം പെട്ടെന്ന് നോക്കിയപ്പം 1 കോടി രൂപയ്ക്ക് 4 ഡീസൽ വണ്ടി വാങ്ങിക്കാം, ഒരു ബസ്സിനാണെന്നുണ്ടെങ്കിൽ 1 കോടി രൂപയാവും. ഇങ്ങനെയുള്ള കണക്കുകൾ നോക്കിയപ്പോൾ ഇവർ ഈ ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ചപ്പോൾ അദ്ദേഹം ഒരുപക്ഷെ പെട്ടെന്ന് ആ കണക്ക് വെച്ച് നോക്കിയപ്പോൾ അത് ശരിയെന്ന് തോന്നിയോണ്ട് പറഞ്ഞതായിരിക്കാം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വളരെ മിടുക്കനായ ഒരു മന്ത്രിയാണ് ഗണേഷ് കുമാർ. അത് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. ഞാൻ ആ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞു. അദ്ദേഹം അതിൽ നിന്നും യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മാറും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അത് ആ ചർച്ചയുടെ ആദ്യത്തെ പറഞ്ഞ പോലെ തന്നെ അടിസ്ഥാനപരമായിട്ട് LDF-ന്റെ നയത്തിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭ എന്ന നിലയ്ക്ക് LDF-ന്റെ ഒരു ഘടകകക്ഷി മന്ത്രിക്കും വ്യതിചലിച്ചുകൊണ്ട് മാറാൻ കഴിയില്ല. അത് കൂട്ടുത്തരവാദിത്തമുള്ള വാക്ക് പറഞ്ഞ് നമ്മുടെ സണ്ണിക്കുട്ടി അഭിപ്രായം വിമർശിച്ചു. അദ്ദേഹം വിമർശിക്കട്ടെ, അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം. അതൊരു പൊതു കോമൺ പ്ലാറ്റ്ഫോം എന്ന് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. സാധാരണ രീതിയിൽ അങ്ങനെ മാറാൻ പറ്റത്തില്ല. ഗൗതം മാഷ് വളരെ വ്യക്തമായിട്ട് തന്നെ ജനങ്ങൾക്കെതിരായിട്ടുള്ള ഒന്നും നടപ്പിൽ വരാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞത് തന്നെ അത് മുഴുവൻ കാര്യങ്ങളാണ്. എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ചർച്ച പറയാറുണ്ട്. KB ഗണേഷ് കുമാർ പറഞ്ഞ ഒരു കാര്യത്തിനോട് വിജയിപ്പുണ്ട്, വ്യക്തിപരമായിട്ടുള്ള വിയോജിപ്പാണ്. അദ്ദേഹം പറഞ്ഞു ദീർഘദൂര സർവീസുകളിൽ എവിടെ ഇല്ലാതെ വരുന്നു അവിടെ കട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അത് ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന മലയോര പ്രദേശങ്ങളായ മലബാർ മേഖലകളിലാണ്. ആ മലബാർ മേഖലകളിലേക്ക് സഞ്ചരിക്കുന്ന ദീർഘദൂര സർവീസുകളായ KSRTC യാദൃശ്യമായിട്ട് എവിടെയെങ്കിലും ഒരു യാത്രക്കാരൻ്റെ അഭാവം വന്നു കഴിഞ്ഞാൽ അവിടെ വെച്ച് ട്രിപ്പ് മുടക്കി കളയുന്നൊക്കെ പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അത് ജനവിരുദ്ധമായ ഒരു പ്രഖ്യാപനം. അദ്ദേഹം അതിനകത്തൊന്നും പിൻവലിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല ശമ്പള പ്രശ്നവുമൊക്കെയായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് കൊടുക്കുമ്പോൾ KSRTC ഏറ്റവും കൂടുതൽ ഊന്നി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് KSRTC ലാഭം പ്രതീക്ഷിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമല്ല. അത് ജനങ്ങളുടെ മുന്നോട്ടുള്ള പോക്കിനും ജനങ്ങളുടെ ഗുണത്തിനും ജനങ്ങൾക്ക് നൽകാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമായ സർവീസിലും അടിസ്ഥാനമാക്കി മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ് അടക്കമുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് അതൊക്കെ തിരുത്തേണ്ടി വരുന്ന നിലപാടുകൾ തന്നെയാണ്. വളരെയധികം നന്ദി ശ്രീ റെജി ലൂക്കോസ്. അങ്ങ് 8 മണിയോടുകൂടി ചർച്ചയിൽ നിന്ന് പിരിയുകയാണ്. ശ്രീ സണ്ണിക്കുടി അബ്രഹാം, KB ഗണേഷ് കുമാർ നേരത്തെ അങ്ങ് വിയോജിച്ചു അദ്ദേഹത്തിന് ഇതിനു മുൻപുള്ള അനുഭവ പരിചയത്തെയും നല്ല പേരിനെയും ഒക്കെ. എന്നിരുന്നാൽ പോലും അദ്ദേഹം അധികാരമേറ്റെടുത്തപ്പോൾ മുതൽ നടത്തുന്ന ചില പരാമർശങ്ങൾ മുൻപ് KSRTC ഭരിച്ചിരുന്ന മന്ത്രി എടുത്ത നിലപാടുകൾ അപ്പാടെ തിരുത്തേണ്ടതാണ്, ഞാൻ വേണം ഇനി ഇതിനെ ഒന്ന് കരയ്ക്ക് കൊണ്ടുവരാൻ എന്ന ഒരു ധ്വനിയോട് കൂടിയാണോ? അത്തരം ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിന്റെ ആവശ്യമുണ്ടോ? ഒരു വകുപ്പ് കൈകാര്യം ചെയ്യാൻ ഒരു സർക്കാർ ഏൽപ്പിച്ച 2 കാലങ്ങളിൽ ഏൽപ്പിച്ച 2 മന്ത്രിമാർ തമ്മിൽ? മധു, ഞാൻ ഒരു കാര്യം ക്ലാരിഫൈ ചെയ്യട്ടെ. ശ്രീ ഗണേഷ് കുമാർ പണ്ട് മന്ത്രിയായിരുന്ന കാലത്തെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ മികവിനെക്കുറിച്ചോ ഞാൻ നെഗറ്റീവായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഒരു നടൻ ആദ്യ സിനിമകളിൽ നന്നായിട്ട് അഭിനയിച്ചെങ്കിൽ അടുത്ത സിനിമകളിലും ഇപ്പോൾ അഭിനയിക്കുന്ന സിനിമകളിലും നന്നായിട്ട് അഭിനയിച്ചാൽ മാത്രമേ പ്രേക്ഷക സ്വീകാര്യത കിട്ടൂ എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പം ആൻ്റണി രാജു എന്ന് പറയുന്ന ഒരു മന്ത്രി, ആൻ്റണി രാജു ഒരു വലിയ പ്രതിഭാശാലിയാണെന്നും പറഞ്ഞൊന്നും അദ്ദേഹത്തിൻ്റെ യാതൊരു അവകാശവാദവും ഉണ്ടെന്ന് തോന്നുന്നില്ല. നമുക്കറിയാം KSRTC നഷ്ടത്തിലാണ് പോകുന്നത്, ശമ്പളം കൊടുക്കാൻ പണമില്ല എന്ന് പറയുന്നത് വളരെ ശരിയാണ്. എന്നിട്ടും മാധുവിൻ്റെ ഒരു ചോദ്യത്തിൽ ഉണ്ടായ ഒരു കാര്യമുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് പാർട്ടി സെക്രട്ടറിയോ അല്ലെങ്കിൽ ഭരണത്തിലിരിക്കുന്ന ആളുകളോ അന്ന് മന്ത്രിയെ കുറ്റപ്പെടുത്തുന്നില്ല? കാരണം അതിൻ്റെ രീതിയാണ്. അത് ആൻ്റണി രാജു സൃഷ്ടിച്ചതല്ല. ആൻ്റണി രാജുവിന് മുമ്പുണ്ടായിരുന്ന ഒരു സംവിധാനം, ഒരു സിസ്റ്റം കാലാകാലങ്ങളിലായിട്ട് തുടർന്നു വരുന്ന സിസ്റ്റം. അതിലേക്കൊക്കെ പോയാൽ വലിയ അമ്പരപ്പുണ്ടാക്കുന്ന ചരിത്രവും കഥകളും ഒക്കെ നമുക്ക് പറയാനുണ്ട്. അങ്ങനെയാണ് ഈ KSRTC ഇങ്ങനെ ആയിപ്പോയത്. പക്ഷേ അദ്ദേഹം ചില കാര്യങ്ങൾ ഇതിനെ നന്നാക്കാൻ വേണ്ടി, ഇതിനെ എങ്ങനെയെങ്കിലും ഒന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അവിടെയാണ് നമുക്കറിയാം KSRTC മുൻ മന്ത്രി ചെയ്തതെല്ലാം അല്ലെങ്കിൽ ആൻ്റണി രാജു ചെയ്തതെല്ലാം അബദ്ധങ്ങളാണ്, മണ്ടത്തരങ്ങളാണ് എന്ന് പറയുന്ന രീതിയിലുള്ളൊരു നറേറ്റീവ് കൊണ്ടുവരുന്നത്. അതെന്തിനു വേണ്ടിയാണ്? ഈ ഗണേഷ് കുമാർ മന്ത്രി സ്ഥാനത്തെത്തുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അദ്ദേഹം പുറത്തു നിൽക്കുമ്പോൾ പറഞ്ഞ പ്രസ്താവനകൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ, അതിൻ്റെ ദൃശ്യങ്ങൾ മാതൃഭൂമിയിലുമുണ്ടല്ലോ. അന്ന് എന്താ പറഞ്ഞത്?
എൻ്റെ ദൈവമേ, ദൈവം എന്നെ രക്ഷിച്ചു എന്നുള്ള മട്ടിലാണ്. അല്ലെങ്കിൽ ഇന്ന് ഈ KSRTC ഞാൻ മന്ത്രിയായിരുന്നെങ്കിൽ ഇതിൻ്റെ എല്ലാം ഉത്തരവാദിത്വം എൻ്റെ ശിരസിൽ വന്ന് വീഴുമായിരുന്നല്ലോ എന്നുള്ളതാണ്. ഇപ്പം മാധവ് പറഞ്ഞത് ഇനി ഞാനാണോ അത് രക്ഷപ്പെടുത്തേണ്ടത്? ആന്റണി രാജു ഇതിനെ തകർത്ത് തരിപ്പണമാക്കി, ഇനി ഞാനാണ് ഇതിനെ രക്ഷപ്പെടുത്തേണ്ടത് എന്നൊരു ചിന്ത. അതിൽ മാധവ് നേരത്തെ പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇതൊരു പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റമാണ്. ഇത് മറ്റേതെങ്കിലും അദാനിയുടെയോ അംബാനിയുടെയോ ഒരു കമ്പനി പോലെ, അല്ലെ ടാറ്റയുടെ ഒരു കമ്പനി പോലെ 30, 40, 50 അല്ലെ 60% ലാഭം ഉണ്ടാക്കണമെന്ന നിർബന്ധ ബുദ്ധിയോടുകൂടിയോ അല്ലെങ്കിൽ നിശ്ചയദാർഢ്യത്തോടു കൂടിയോ അല്ല ഈ KSRTC പോലുള്ളൊരു കോർപ്പറേഷൻ പ്രവർത്തിക്കുന്നത്. ആളുകൾക്ക് സഞ്ചാര സൗകര്യം എത്തിക്കുക എന്നുള്ളതാണ്. ആ എത്തിക്കുമ്പോൾ നഷ്ടം ഉണ്ടാവും. പക്ഷെ ഒരു മന്ത്രിയുടെ മിടുക്ക്, അല്ലെങ്കിൽ ഒരു സർക്കാരിൻ്റെ മിടുക്ക്, അല്ലെ കോർപ്പറേഷൻ നയിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ മിടുക്ക് അത്തരത്തിലുള്ള ഒരു കോർപ്പറേഷനെ, സ്ഥാപനത്തെ പരമാവധി നഷ്ടം കുറച്ച് പറ്റുമെങ്കിൽ ലാഭത്തിൽ അതിനെ പ്രവർത്തിപ്പിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് അതിനകത്തെ പ്രധാന കാര്യം. ഇവിടെ നമ്മുടെ ഡിജോ കാപ്പൻ പറഞ്ഞ ഒരു കാര്യങ്ങൾ, ഡിജോ ഇതിനകത്ത് വളരെയധികം ഗവേഷണം നടത്തുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം പഠിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, വളരെ പ്രധാനപ്പെട്ടത്. അതായത് ഇപ്പോൾ ഇവിടെ പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥന്മാരല്ല, നിലവിലെ ഉദ്യോഗസ്ഥന്മാരായിരിക്കണമെന്നില്ല, പുറത്തു പോകേണ്ടി വന്ന ചില എക്സിക്യൂട്ടീവ് ഡയറക്ടർമാർ, അവർക്ക് തിരിച്ചു വരുന്നതിന് വേണ്ടി അവരുടെ ഒരു ക്ലിക്ക്, അതെനിക്ക് നേരിട്ട് അറിയാവുന്നൊരു കാര്യമല്ല, ഡിജോ പറഞ്ഞതുകൊണ്ട് ഞാനത് വിശ്വസിക്കാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ഒരു ക്ലിക്ക് വീണ്ടും KSRTCയുടെ ചരടുകൾ കൈവശമാക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു ഞാനതിനെ അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ മാഫിയ എന്ന് തന്നെ പറയാൻ, ഞാനതാ പറഞ്ഞ അങ്ങനെയൊന്നുണ്ടെങ്കിൽ അതിനെ മാഫിയ എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അവരായിരിക്കണം ഇതിൻ്റെ പിന്നിൽ. പിന്നീട് ഇവിടെ ചില വിദഗ്ധ കണക്കുകൾ പറഞ്ഞു, ഇതിൻ്റെ ബാറ്ററി ലൈഫ് ഇത്ര വർഷമേ ഉള്ളൂ എന്നവരാരും പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ, ലോകത്തെമ്പാടും ഞാൻ ഇതിനെപ്പറ്റി വായിച്ചിട്ടുള്ളത് നേരത്തെ വളരെ 10, 30, 80കളുടെ അവസാനം തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇപ്പോൾ നമ്മുടെ ഇലക്ട്രിക് ട്രെയിനിൽ, അതായത് റോഡോരത്തുള്ള കമ്പിയിൽ നിന്ന് പിന്നെ വൈദ്യുതി ഊർജ്ജം എടുത്തുകൊണ്ട് നമ്മുടെ ട്രെയിനൊക്കെ ഓടുന്നതുപോലെ പോലും ഇവിടെ ഇലക്ട്രിക് ബസ്സുകൾ ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ എത്രയോ മാറ്റങ്ങൾ, എത്രയോ വളർച്ച ഉണ്ടായിരിക്കുന്നു. ഇതിൻ്റെ ബാറ്ററി ലൈഫിനെ പറ്റിയൊക്കെ ഓരോ കണക്കുകൾ പറയാണ്. ഇത് പൊട്ടിത്തെറിക്കുമത്രേ. ഞാൻ ഇതുവരെ അങ്ങനെ പിന്നെ ടെസ്ലയെ കുറിച്ചാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. അവരുടെ ബസ്സുകളൊക്കെ ഇങ്ങനെ പൊട്ടിത്തെറിച്ച് എല്ലാവരും മരിച്ചു. ഇതൊക്കെ ഒരുതരം ഭീതി ആളുകളിൽ ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ ഇതിൻ്റെ ലാഭം ആർക്കാ? അല്ലെങ്കിൽ ഈ തിരുവനന്തപുരത്തെ കാര്യം പറയാം, ഈ 10 രൂപ ടിക്കറ്റ് എടുത്ത് കളയുകയും ഇവിടുത്തെ ഇലക്ട്രിക്കൽ ബസ്സുകൾ കളയുകയും ചെയ്താൽ ഇതിൻ്റെ ലാഭം ആർക്കാം? ഈ ആന്റണി രാജു കൊണ്ടുവന്ന ഈ പരിഷ്കാരം കൊണ്ട് നഷ്ടമുണ്ടായത് 2 കൂട്ടർക്കാണ്. ഓട്ടോറിക്ഷക്കാർക്ക് പ്രശ്നമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ ഉള്ളത് പ്രൈവറ്റ് ബസ്സുകാർക്കാണ്. അവർക്ക് വേണ്ടി നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല. നമ്മൾ സംസാരിക്കേണ്ടത്, മാധ്യമങ്ങൾ സംസാരിക്കേണ്ടത്, പൊതുപ്രവർത്തകർ സംസാരിക്കേണ്ടത് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ്, സാധാരണക്കാർക്ക് വേണ്ടിയാണ്. അവരുടെ യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനാണ്. ടിക്കറ്റ് കുറച്ചുകൊണ്ട് മാത്രമാവില്ല മാധു, നല്ല വാഹനങ്ങൾ, അതാണ് വന്ദേ ഭാരതിനൊക്കെ വന്നൊരു വിജയം. അതിനെപ്പറ്റി മന്ത്രി പറഞ്ഞല്ലോ, വന്ദേ ഭാരതിനൊക്കെ വന്ന വിജയം നല്ല സൗകര്യങ്ങൾ, യാത്ര ചെയ്യുന്ന വാഹനത്തിൻ്റെ നല്ല കംഫർട്ട്, ആ ലെവലും കൂട്ടിക്കൊണ്ട് മുന്നോട്ട് പോയാലേ ഇനി ഭാവിയിൽ ഇത്തരം ബിസിനസ്സുകൾ, ഞാനതിനെ ബിസിനസ് എന്ന് പറയാം, KSRTC സ്ഥാപനങ്ങൾ ലാഭകരമായി അല്ലെങ്കിൽ ഗുണകരമായി മുന്നോട്ട് പോവുകയുള്ളൂ. ഓക്കെ, ശരി. ശ്രീ ഡിജോ കാപ്പൻ, ഇപ്പോൾ കേന്ദ്രം ഒരു പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ, കിഫ്ബി പോലെ ഒരു പ്രസ്ഥാനം ഒരു പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ എല്ലാ തലങ്ങളും പഠിച്ചിട്ടുണ്ടാകണമല്ലോ. ഈ പ്രധാനമന്ത്രി ഇ സേവാ പദ്ധതി പ്രകാരം 950 വാഹനങ്ങൾ നമുക്ക് കിട്ടാനുണ്ട്. രാജ്യം അടുത്തൊരു 10 വർഷത്തിനുള്ളിലെങ്കിലും ഈ പറയുന്ന ഇലക്ട്രിക് വെഹിക്കിളുകളിലേക്ക് പരമാവധി മാറണമെന്ന കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോവുകയാണ്. ഇതങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത, സുരക്ഷാ പ്രശ്നങ്ങളുള്ള, സാമ്പത്തിക പ്രശ്നങ്ങളുള്ള ഒരു സംവിധാനമാണ് എങ്കിൽ ഇത്രയധികം പണം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഈ സംവിധാനങ്ങൾ തയ്യാറാകുമോ? അല്ല മാധു, ഈ KSRTCയെ സംബന്ധിച്ച് സത്യത്തിൽ വിപ്ലവകരമായ ഒരു തീരുമാനം എടുത്ത മന്ത്രിയാണ് ഗണേശൻ. അതായത് ഈ കർണാടകത്തിലും തമിഴ്നാട്ടിലും ഒക്കെയുള്ള ചെറുപ്പക്കാർ അവിടെ നമ്മുടെ ഇവിടുന്ന് അവിടെ ചെന്ന് ജോലി ചെയ്യുന്നവർ പറയും ഞങ്ങളൊക്കെ ഓൾവോ ബസ്സിലാണ് യാത്ര ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ കേരളത്തിൽ അന്ന് ഓൾവോ ബസ് എടുത്ത് AC വണ്ടി ഇറക്കിയപ്പം അത് ആളുകൾ ഒരു ഭയത്തോടും KSRTCക്ക് ഇതിനുള്ള ശേഷിയുണ്ടോ എന്ന് ഉള്ളൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിപ്ലവകരമായ തീരുമാനം നടപ്പാക്കിയ ഒരു മന്ത്രി ഇങ്ങനത്തെ കാര്യങ്ങളിൽ ആരെങ്കിലും പറഞ്ഞതിൻ്റെ അനുസരിച്ച് ബാറ്ററി പൊട്ടിത്തെറിക്കുമെന്നൊക്കെ വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനിപ്പോൾ പാലായിലാണ് ഇരിക്കുന്നത്. അയിങ്കൊമ്പെന്ന് പറയുന്ന സ്ഥലം ഇവിടുന്ന് 10 കിലോമീറ്ററേ ഉള്ളൂ. അവിടെ ഒരു ബസ് മുഴുവൻ കത്തിപ്പോയതാണ്.
അതുപോലെ തന്നെ ചേർത്തല ഒരു കച്ചിലോറിയായിട്ട് ഇടിച്ചിട്ട് ഒരു വണ്ടി കത്തിപ്പോയി. ഞാൻ അതിൻ്റെ കമ്മീഷനിൽ ഞാൻ ഹിയറിങ്ങിന് പോയതാണ്. ഇപ്പം ബഹുമാനപ്പെട്ട സണ്ണിക്കുട്ടി പറഞ്ഞതുകൊണ്ട് ഞാൻ ഇതിപ്പോൾ ഇത്ര സൂചിപ്പിച്ചെന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞ കണക്കനുസരിച്ചിട്ട് ഒരു ഡീസൽ വണ്ടിയും ഒരു ഇലക്ട്രിക് ബസ്സുമായിട്ട് ഈ ഇലക്ട്രിക് വണ്ടിയുടെ ചാർജിങ്ങിൻ്റെ കോസ്റ്റും അല്ലെ ഇന്ധന ചെലവിൻ്റെ കാര്യത്തിൽ 32 ലക്ഷം രൂപ ഒരു വർഷം സേവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 2-3 കൊല്ലം ഈ വണ്ടി ഓടിക്കഴിഞ്ഞിട്ട് അതിൻ്റെ ബാറ്ററി ഒന്ന് മാറ്റേണ്ടി വരുമെന്ന് എനിക്കറിയില്ല. വന്നാൽ തന്നെ പോലും 32 ലക്ഷം രൂപയുടെ പകുതി പോലും ആകുകയല്ലോ അത് മാറ്റാൻ. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ ആകാംക്ഷ ഉള്ള ആളുകൾക്ക് പിന്നെ ഈ വോൾവോ ബസ്സൊക്കെ വന്നു കഴിഞ്ഞപ്പോഴും ഇതുപോലെയൊക്കെ ആളുകൾ ഇത് കേരളത്തിൽ എക്കണോമിക്കലാകുമോ എന്നൊക്കെ ഒരു സംശയം പറഞ്ഞു. പക്ഷേ ഞാൻ വേദനയോടെ ഒരു കാര്യം പറയട്ടെ, കേന്ദ്ര ഗവൺമെൻറ് 80% പണം മുടക്കി തന്ന വണ്ടികൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാഞ്ഞത് നശിപ്പിച്ചത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ 5 കൊല്ലം കൊണ്ട്. അപ്പം ഇതിനകത്ത് കഴിഞ്ഞ LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 5 കൊല്ലം കൊണ്ട് 6 IAS IPS MDമാരെ മാറ്റി. പക്ഷേ ഇപ്പം കുറേ കാലമായിട്ട് മാറ്റാതെ ഏതാണ്ട് ഒരു സ്വതന്ത്ര ചുമതല കൊടുത്ത് ഇത് ഏതാണ്ട് ഒരു ട്രാക്കിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ലീഡർഷിപ്പ് കൊടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി ഇക്കാര്യത്തിൽ ജനക്ഷേമകരമായ പദ്ധതികൾ നടപ്പാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എനിക്ക് ഇലക്ട്രിക് ബസ്സിനെ കുറിച്ച്, ഞാൻ ഇലക്ട്രിക് ബസ്സിൻ്റെ എനിക്ക് അതിൻ്റെ ഉടമസ്ഥരെ അറിയത്തില്ല, അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവും അല്ല. എങ്കിൽ പോലും ഞാനൊരു കാര്യം പറയാം. ഇവിടെ പമ്പ നിലയ്ക്കൽ സർവീസ് 15 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇലക്ട്രിക് ബസ് ഓടി. ആ ബസ് കൊണ്ടുവന്നിട്ട് എറണാകുളത്ത് നിന്ന് മൂന്നാറിന് ഓടി. അപ്പോൾ കയറ്റം കയറിയാലെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഇലക്ട്രിക് ബസ് മൂന്നാർ എറണാകുളമായിട്ട് ഓടി അവർ പരീക്ഷിച്ച് നോക്കിയതാ. അപ്പോഴൊക്കെ ഓടുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ. പിന്നെ ഏതൊരു കാര്യവും നമ്മൾ കമ്പ്യൂട്ടർ വന്നപ്പോഴും നമ്മൾ കണ്ടതാ, ട്രാക്ടർ വന്നപ്പോഴും നമ്മൾ കണ്ടതാ. എൻ്റെ നാട്ടിൽ ഞാൻ കോളേജിലോട്ട് വന്ന സമയത്താണ് ഈ ഓട്ടോറിക്ഷ എന്ന് പറയുന്ന കൺസെപ്റ്റ് വന്നത്. അന്ന് ഇവിടുത്തെ ടാക്സിക്കാരെല്ലാം ഈ ഓട്ടോറിക്ഷയുടെ പുറകെ കരഞ്ഞണ്ടെന്നും പറഞ്ഞ് അതിൻ്റെ പുറകെ കൊണ്ട് ഇടിപ്പിക്കുമായിരുന്നു. പക്ഷേ ആ ഡ്രൈവർമാർ പിന്നീട് ഒരു പണമൊക്കെ മേടിച്ച് സ്വന്തമായിട്ട് ഓട്ടോറിക്ഷ ഓടിച്ച് ഈ എതിർത്ത പാർട്ടിയുടെ യൂണിയനിൽ പോയി ചേരുന്നത് കണ്ട ആളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഈ ആളുകൾക്ക് ഉപകാരപ്രദമായ പ്രകൃതിക്കിണങ്ങുന്ന ഹരിത വൈദ്യുതി ഉപയോഗിച്ച് അല്ലെങ്കിൽ സോളാർ ഒക്കെ ഉപയോഗിച്ച് ഓടുന്ന ഈ ഇലക്ട്രിക് ബസ്സിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അതിനൊരു ഭീതി, അത് പൊട്ടിത്തെറിക്കും. ഇന്നലത്തെ മാതൃഭൂമി പത്രത്തിലുണ്ട്, കേരളത്തിലെ ഒരു കാറ് ഓടിക്കൊണ്ടിരുന്നപ്പോൾ കത്തി അത്ഭുതകരമായ യാത്രക്കാർ രക്ഷപ്പെട്ടു എന്ന്. അപ്പോൾ വാഹനമാണെങ്കിൽ അപകടമുണ്ടാകും. പക്ഷേ അത് കുറേയൊക്കെ കൃത്യമായി ഡ്രൈവർമാരുടെ കൃത്യമായ റോഡ് മര്യാദയൊക്കെ ഉപയോഗിച്ച് വാഹനങ്ങൾ ഓടിച്ചു കഴിഞ്ഞാൽ വാഹനങ്ങൾക്ക് അപകടം കുറയും. ഇപ്പോൾ ബോംബെ, പൂന മുഴുവൻ ഇലക്ട്രിക് ബസ്സുകളാണ്. മൈസൂരിൽ നിന്ന് ബാംഗ്ലൂർക്ക് പോകുന്നത് ഇലക്ട്രിക് ബസ്സുകളാണ്. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ കണ്ണടച്ച് എതിർക്കുക എന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് അതിനുവേണ്ടി സംസാരിക്കുന്നവരോട് എനിക്ക് വിനയപൂർവ്വം പറയാനുള്ളത്. ആളുകൾക്ക് കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യണം എന്ന് ഏറെക്കാലമായി പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു ഗ്രൂപ്പിൻ്റെ പ്രതിനിധി ആയതുകൊണ്ട് ഞാൻ ഇത്തരം പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, ശ്രീ ഉപേന്ദ്രനാരായണൻ, 2 സവിശേഷതകളാണ് ഈ ബസ്സുകൾക്കുള്ളത്. ഒന്ന്, അതിൻ്റെ പ്രവർത്തന ചെലവിലെ കുറവാണ്. നമുക്കറിയാം KSRTC എത്രമേൽ നഷ്ടത്തിൽ പോകുന്ന ഒരു പൊതുഗതാഗത സംവിധാനമാണ്. പക്ഷെ നമ്മൾ എത്രമേൽ വിശ്വാസം അതിന് മുകളിൽ വെച്ചിട്ടുണ്ട് ഒരു സമൂഹം എന്ന നിലയ്ക്ക് എന്നതും. മറ്റൊന്ന്, അതിൻ്റെ പരിസ്ഥിതി സൗഹൃദമായ സവിശേഷതകളാണ്. 0 ആണ് അത് പരിസ്ഥിതി കേൾപ്പിക്കുന്ന ആഘാതം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 സവിശേഷതകളുള്ള ഒരു പുതിയ ഗതാഗത സംവിധാനം വളരെ മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട് എങ്കിൽ അത് ഭാവിയിലേക്കുള്ളൊരു വലിയ പ്രതീക്ഷ തന്നെയാണ്. ശരിയാണ്, ഈ ബസ്സുകൾ നിരത്തിൽ വന്നു തുടങ്ങിയ സമയത്ത് വലിയ ആശങ്കകളുണ്ട്. ഇത് എങ്ങോട്ടാണ് പോകുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ സർവീസ് തുടങ്ങിയ ഒരുപാട് ആശങ്കകൾ നഗരവാസികൾക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനെ അവർ കൈനീട്ടി സ്വീകരിക്കുന്നതാണ് കാണുന്നത്. ഇന്ന് ഞങ്ങളുടെ റിപ്പോർട്ടർമാർ ഈ ബസ്സുകളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ടിക്കറ്റ് നിരക്ക് കൂട്ടുന്നതുമൊക്കെയായി ബന്ധപ്പെട്ട ആളുകളുടെ പ്രതികരണം എടുക്കുമ്പോൾ അങ്ങനെ ചെയ്യരുത്, അത് ഞങ്ങളെ വലിയ തോതിൽ ബാധിക്കും, അത് സർക്കാർ ചെയ്യാൻ പാടില്ലാത്തതാണ്, വലിയ ജനവിരുദ്ധമായ നിലപാടായിരിക്കും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തുടങ്ങിയ അഭിപ്രായങ്ങളാണ്. എല്ലാം ഈ ബസ്സിന് അനുകൂലമായ അഭിപ്രായങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. കാണാതെ മുന്നോട്ട് പോകാൻ കഴിയുമോ? ഞാൻ ഇലക്ട്രിക് ബസ്സിൻ്റെ പ്രൊമോട്ടറോ ഏജൻറ്റോ ഒന്നുമല്ല. പക്ഷേ KSRTC എന്ന് പറയുന്ന ആ സ്ഥാപനം നിലനിന്ന് കാണണം, കേരളത്തിലെ യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടണം എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് ബസ് എന്ന് പറയുന്ന 1 കോടി രൂപ കൊടുത്ത് ഒരു ബസ് മേടിക്കുമ്പോൾ അതിൻ്റെ ലൈഫ് സ്പാൻ എത്രയാണെന്ന് ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? കാര്യം ഇതൊരു യൂറോപ്പിലൊക്കെ സക്സസ് ആയിട്ട് പോകുന്നത് വെച്ചാൽ അവർ ദേ ആർ റിച്ച്. കേരള ഈസ് നോട്ട് ദാറ്റ് റിച്ച്. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ സാമ്പത്തിക സ്ഥിതി അതല്ല. നമ്മൾ ടെക്നോളജിക്കലി അത്ര അഡ്വാൻസ്ഡ് അല്ല. നമ്മുടെ വർക്ക്ഷോപ്പിലോ ഈ ഇലക്ട്രിക് ബസ് സപ്ലൈ ചെയ്ത ആൾക്കാർ തന്നെ എത്ര ഗ്യാരണ്ടി തരും എന്ന് പറയുന്നില്ല. കേരളത്തിന് അനുയോജ്യമായ ബസ്സുകൾ, ഇപ്പോൾ കേരളത്തിൽ 100 ബസ് വന്നുകൊണ്ട് ഇവിടുത്തെ പുകമലിനീകരണം
ഉടൻ തന്നെ നമ്മൾ ഒഴുക്കി കളയാം എന്നൊക്കെ പറയുന്നത് നമ്മൾ വിഡ്ഢികളുടെ പറുദീസയിലാണ്. അങ്ങനെയൊന്നുമല്ല, വേറെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. KSRTC നന്നാവണമെന്നുണ്ടെങ്കിൽ റോഡ് അപകടങ്ങൾ കുറയ്ക്കണം, അതൊന്ന്. രണ്ട്, ഇന്ധനം CNG ഉപയോഗിച്ച് ഡീസൽ വണ്ടിക്കുള്ള അഡ്വാൻറ്റേജ് വെച്ചാൽ ഡീസൽ എൻജിൻ അതിന് പകരം CNG ബസ്സസ് ആക്കാൻ ഈസിയാണ്, കൺവേർഷൻ ഈസിയാണ്. ഇലക്ട്രിക് ബസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാറ്ററി മാറ്റാതെ വേറെ ഒരു വഴിയില്ല, അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത് ഒരു സ്റ്റേറ്റിലും ഇന്ത്യയിൽ ഇലക്ട്രിക് ബസ് സക്സസ്ഫുൾ ആക്കിയ ഒരു സ്റ്റോറി നമുക്ക് പറയാനില്ല. ഇപ്പം നമുക്ക് ശ്രീ ഗണേഷ് കുമാറിനെ കുറിച്ചുമേ കയറ്റുന്നതിലൊന്നും ഞാൻ താല്പര്യമില്ല. കാര്യം അദ്ദേഹം ചെറുപ്പക്കാരനാണ്, സഫീഷ്യൻ്റായിട്ട് സ്റ്റഡി ചെയ്തിട്ടാണ് അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞത്. അത് പൊളിറ്റിക്കലായിട്ട് അവർക്ക് അദ്ദേഹത്തെ ഹർട്ട് ചെയ്യാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ, അനുഭവം ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഇൻഡിപെൻഡൻ്റായിട്ട് പൊതുഗതാഗത സംവിധാനം സുരക്ഷിതമാകണം, എക്കണോമിക്കലാകണം. പൊതു ഖജനാവിലെ കാശെടുത്തിട്ട് KSRTCക്ക് തിന്നാൻ കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. കാര്യം ഇതൊരു ബിസിനസ് പോലെ തന്നെയാണ്. KSRTCയുടെ സർവീസ് ആണെങ്കിൽ തന്നെയും ഇതിന് പ്രോഫിറ്റ് ഉണ്ടാക്കണം. ഇപ്പോൾ ബഹുമാനപ്പെട്ട ശ്രീ ടോമിൻ തച്ചങ്കരി പ്രോഫിറ്റിൽ ആക്കി കാണിച്ചു കൊടുത്തു. ശ്രീ രാജമാണിക്യം പ്രോഫിറ്റിലേക്ക് കാണിച്ചു കൊടുത്തു. ഇപ്പോൾ ശ്രീ ബിജു പ്രഭാകർ അദ്ദേഹമൊക്കെ നല്ലവണ്ണം ഇതിനുവേണ്ടി അധ്വാനിച്ച് എങ്ങനെ സർവീസും എങ്ങനെ പ്രോഫിറ്റും കൊടുക്കാം എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. തൊട്ടടുത്ത സ്റ്റേറ്റ് കർണാടകമാണ്. കർണാടകയാണ് ഇന്ത്യയിലെ ഏറ്റവും നല്ല ബസ് സർവീസും പ്രോഫിറ്റും സർവീസും ഒക്കെ ഉള്ളത്. എന്തുകൊണ്ട് നമ്മൾ അത്തരക്കാരെ കണ്ടുപഠിച്ചുകൂടാ? ബോംബെ BEST, ബോംബെ ഇലക്ട്രിക് സപ്ലൈ ആൻഡ് ട്രാൻസ്പോർട്ട്, എന്താണ് അവർ ഇലക്ട്രിക് ബസ്സിലേക്ക് പൂർണ്ണമായിട്ടും പോകാത്തത്? തന്നെ പ്രതിമാസം 36 ലക്ഷം രൂപയുടെ ലാഭം KSRTCയുടെ കണക്കിൽ തന്നെ ഉണ്ട് ഈ ബസ്സുകൾക്ക്. അപ്പോൾ പിന്നെ അത് വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്? അല്ലെങ്കിൽ മാത്രമല്ല, ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് മുടക്കി വാങ്ങുന്നില്ല എങ്കിൽ പോലും നേരത്തെ പറഞ്ഞ PM സേവ വഴി നമുക്ക് 2 സ്മാർട്ട് സിറ്റി പദ്ധതികൾ വഴിയൊക്കെ ഏതാണ്ട് 1000-ഓളം ബസ്സുകൾ കിട്ടാനുണ്ട്. നമ്മുടെ കൈ പൊള്ളാതെ, നമ്മുടെ പോക്കറ്റിൽ നിന്ന് കാശ് പോകാതെ തന്നെ കിട്ടും. അതിന്റെ മെയിൻ്റനൻസ് കോസ്റ്റ് മാത്രമായിരിക്കും നമുക്ക് ചെലവഴിക്കേണ്ടി വരുന്നത്. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളോ സാമ്പത്തിക ആഘാതമോ ഉണ്ടാകാതെ തന്നെ പ്രകൃതിക്ക് അനുയോജ്യമായ, പ്രവർത്തന ചെലവ് കുറഞ്ഞ, ആളുകൾക്ക് 10 രൂപയ്ക്ക് പൊതുഗതാഗത സംവിധാനത്തിന്റെ മുഴുവൻ സൗകര്യങ്ങളും അനുഭവിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന വലിയ അനുഗ്രഹമായിരിക്കില്ലേ? മധു, ഞാനൊരു കാര്യം പറയട്ടെ. കേരളത്തിലെ ഓൾ ഓവർ ഇന്ത്യയിലെ ജനുറാം ബസ്സുകൾ എന്ന് പറയുന്ന മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള വോൾവോ ബസ്സസ്, അത് ഇപ്പോൾ നമ്മുടെ കേരളത്തിനും കുറേ ബസ്സുകൾ കിട്ടി. അത് അർബൻ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഏജൻസിയെ ഏൽപ്പിച്ചു. സത്യത്തിൽ അത് KSRTC തന്നെ. ഓൾവോ ബസ്സിൻ്റെയൊക്കെ ലൈഫ് എന്ന് പറയുന്നത് 10 ലക്ഷം കിലോമീറ്റർ അല്ലെങ്കിൽ 15 കൊല്ലം ആണ്. അതുമേ ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ജനറാം ബസ്സുകൾ എവിടെ കിടക്കുന്നു? തേവര യാടിക്കിടന്ന് തുരുമ്പെടുക്കുകയാണ്. എന്തുകൊണ്ടാണ്? KSRTCക്ക് അന്ന് തൊട്ടേ ഇത്തരം ബസ്സുകളോട് ടെക്നോളജിക്കലി അവർ അഡ്വാൻസ് അല്ല നമ്മുടെ മെക്കാനിക്സ്. നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് പഴയ ബസ്സുകൾ, കൺവെൻഷണൽ ബസ്സുകൾ ഓടിച്ചും അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുള്ള ശീലമുള്ളവരാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജനുറാം ബസ്സുകൾ നമുക്ക് തന്ന പോലെയാണ് ഇലക്ട്രിക് ബസ്സുകളും തരുന്നത്. അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കണ്ടമാനം ഫണ്ടുണ്ട്, അത് ഇലക്ട്രിക് ബസ്സുകൾ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അന്ന് വോൾവോ ബസ്സുകൾ ഇപ്പോൾ തന്നെ ബാംഗ്ലൂർ സിറ്റിയിലൊക്കെ BNTC എന്ന് പറയുന്ന ബസ്സുകൾ സുന്ദരമായിട്ട് ഓടുന്നുണ്ട്, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ബാംഗ്ലൂർ ഒരു ട്രാൻസ്പോർട്ട് മന്ത്രിയാണ് വോൾവോയെ സ്വീഡനിൽ നിന്ന് ബാംഗ്ലൂർക്ക് കൊണ്ടുവന്ന് ഇപ്പോൾ ഇന്ത്യ മുഴുവൻ ഓവർനൈറ്റ് ട്രാൻസ്പോർട്ട് ഹെവി വെഹിക്കിൾസ് ടൂറിസ്റ്റുകളൊക്കെ പോകുന്നത് വോൾവോ ബസ്സിലാണ്. എന്തുകൊണ്ടാണ്? അത് ഏറ്റവും കൂടുതൽ റിലയബിൾ ബസ്സസ് ആണ്, ഒരു ബ്രേക്ക് ഡൗൺ കാണുന്നില്ല. നമ്മളോടൊപ്പം ഇപ്പോൾ ശ്രീ TP സെൻകുമാർ കൂടി ചേർന്നുണ്ട്. ശ്രീ TP സെൻകുമാർ, ഈ ഇലക്ട്രിക് ബസ്സുകളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2 ദിവസമായി സംസ്ഥാനത്തുണ്ടാകുന്ന വിവാദങ്ങൾ അങ്ങയുടെ ശ്രദ്ധയിൽ ഉണ്ടായിട്ടുണ്ടാകും. നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത നിലയ്ക്ക് സാങ്കേതിക പ്രശ്നമുള്ള, സാമ്പത്തിക ആഘാതം ഉണ്ടാക്കുന്ന ഒരു പദ്ധതിയായിട്ടാണോ അങ്ങ് അതിനെ കാണുന്നത്? അതല്ല, നമ്മൾ ഇലക്ട്രിക് ബസ് അല്ലെങ്കിൽ ഹൈഡ്രജൻ ബസ്സിലേക്കൊക്കെ മാറിപ്പോയുള്ളൂ. അത് അതിന് വേറെ ചോയ്സ് ഒന്നുമില്ല. കാരണം കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഡീസൽ ബസ് എന്തായാലും ഓടിക്കാൻ പറ്റില്ല. നമുക്ക് ഇപ്പൊ ഇലക്ട്രിക് ബസ് ഉണ്ട്, എനിക്ക് തോന്നുന്നു അതിനേക്കാളും കുറച്ചുകൂടി ചീപ്പറായിട്ട് കുറച്ച് ഹൈഡ്രജൻ ബസ്സുകളൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. വെള്ളത്തിലോടുന്ന, വെള്ളം വിശ്ലേഷണം ചെയ്ത് ഹൈഡ്രജൻ ഉണ്ടാക്കി ഹൈഡ്രജൻ കത്തിച്ചോടുന്ന ബസ്സുകളൊക്കെ ഒന്ന് ടൊയോട്ട ഇങ്ങനെ കാറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. സോ നമുക്ക് അതിലേക്ക് പ്രോഗ്രസ് ആയിട്ട് പോയേ പറ്റുള്ളൂ. പിന്നെ ഇപ്പോഴത്തെ സാമ്പത്തികമായിട്ട് അതിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞത്
എനിക്ക് അത് ആ പ്രൈസിങ്ങിന്റെ വ്യത്യാസമായിരിക്കും. എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്തെ പ്രൈസിങ് ചെറുതായിട്ട് മാറ്റേണ്ടി വരും. അതായത് എത്ര ഡിസ്റ്റൻസ് ആണെങ്കിലും 10 രൂപ എന്ന് പറയുന്നത് ശരിയല്ല. അതൊരു മാക്സിമം ഡിസ്റ്റൻസിന് മറ്റ് സാധാരണ ബസ്സിനേക്കാൾ അല്പം കുറവ് ചെയ്ത്, ഇപ്പൊ 25 രൂപയാണ് സാധാരണ ബസ്സിനെങ്കിൽ, അതർ ഓർഡിനറി ബസ്സിനെങ്കിൽ ഇതിന് ഒരു 20 രൂപ വെച്ചിട്ട് ഹാഫ് പ്രൈസ്, അതായത് 10 രൂപയും 20 രൂപയും 2 റേറ്റ്സ് കൊടുക്കുകയാണെങ്കിൽ ആ ബസ്സുകൾക്കും നല്ല കളക്ഷൻ ഉണ്ടാകും, പൈസ കൂടും, വളരെ ഇപ്പോഴത്തെ ഇരട്ടി പൈസ കിട്ടും. അതേസമയം യാത്രക്കാരെ അത്രയധികം ഉപദ്രവിക്കില്ല. കാരണം 10 രൂപയ്ക്ക് പോകേണ്ടവർക്ക് നല്ലൊരു ഭാഗം പേർക്ക് ആ 10 രൂപയ്ക്ക് പോകാനും പറ്റും. ഫുൾ ഡിസ്റ്റൻസിന് മാത്രമായിട്ട് 20 റുപ്പീസ് ഒക്കെ ആക്കുന്ന വിധത്തിൽ അതിന്റെ പ്രൈസിങ് ഒന്ന് കൂടി അവലോകനം ചെയ്ത് മാറ്റുകയാണ് വേണ്ടത്. അല്ല, പക്ഷെ അങ്ങനെ ഒരു അമെന്റ്മെന്റ് ഇനി സാധ്യമായിരിക്കുമോ? അത് കാരണം നമ്മൾ സാധാരണഗതിയിൽ ഒരു ക്ഷേമ പദ്ധതി അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു പദ്ധതി അനൗൺസ് ചെയ്ത് കഴിഞ്ഞ് പിന്നീട് അതിൽ നിന്ന് പിന്നോട്ട് പോകുക എന്ന് പറയുന്നത് പൊളിറ്റിക്കലി ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു ഘടകമല്ലേ? മാത്രമല്ല ഈ തുകയ്ക്ക് ടിക്കറ്റ് കൊടുത്ത് തന്നെ ലാഭത്തിലാണ് ഇപ്പോൾ പോകുന്നത് എങ്കിൽ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്? ആ ലാഭം കണക്കാക്കുന്നതൊക്കെ എനിക്ക് അറിയില്ല കൃത്യമായിട്ടാണ്. അതായത് നമ്മൾ 1 കോടി രൂപയുടെ ബസ്സാണെങ്കിൽ അതിന്റെ ഇൻട്രസ്റ്റ്, അതിന് പേ ചെയ്യുന്ന ഇൻട്രസ്റ്റ്, അതുപോലെ ആ കാര്യങ്ങളെല്ലാം കൂടി അത് ഡെമറേജിന്റെ എല്ലാം കൂടി കണക്കാക്കിയിട്ടാണോ അത് തയ്യാറാക്കിയിരിക്കണമെന്ന് എനിക്കറിയില്ല. അതോ വെറും ബസ്സിംഗ് കോസ്റ്റിൽ മാത്രം എടുത്തിട്ടുള്ളതാണോ എന്ന് എനിക്കറിയില്ല. എങ്ങനെയാണ് അത് ഒരു ഡീപ് സ്റ്റഡി നടത്തിയിട്ടാണോ ഇത് ലാഭം കാണിക്കുന്നതെന്നും മനസ്സിലായാൽ മാത്രമേ അതേപ്പറ്റി പറയാൻ പറ്റുള്ളൂ. നമുക്ക് എടുക്കുമ്പോൾ നമ്മൾ ആ വണ്ടി വാങ്ങിയതിന്റെ ഇൻട്രസ്റ്റും അതിന്റെ കോസ്റ്റ് എല്ലാം കൂടി കവർ ചെയ്യുന്ന വിധത്തിലുള്ള ഒരു പ്രൈസിങ് നടത്തിയാലേ ഒരു വണ്ടി ലാഭകരമാണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് അറിയാതെ എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ തന്നെ അത് വെച്ചിട്ട് ഇലക്ട്രിക് പ്രോഫിറ്റബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇലക്ട്രിക് വണ്ടികൾ. അതെന്താണ് അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രീ സെൻകുമാർ, നമുക്ക് ഈ കിഫ്ബി വഴിയും സ്മാർട്ട് സിറ്റി പദ്ധതികൾ വഴിയുമാണ് വാഹനം കിട്ടിയിരിക്കുന്നത്. അതിൽ കിഫ്ബിയിൽ 50 വണ്ടികൾക്ക് മാത്രമാണ് നമുക്ക് പണം ചെലവഴിക്കേണ്ടി വരുന്നത്, മറ്റുള്ളത് ഫണ്ടാണല്ലോ. അപ്പൊ നമുക്ക് അതിന്റെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതുകൊണ്ടാണ് EMI അടക്കമുള്ള കാര്യങ്ങൾ ബാധിക്കാതെ പോകുന്നത്. ഇനിയും നമുക്ക് കിട്ടാനിരിക്കുന്ന വാഹനങ്ങളും എന്ന് പറയുന്നത് PM ഇ-സേവ വഴിയും സ്മാർട്ട് സിറ്റി പദ്ധതികൾ വഴിയും ഒക്കെയാണ്. അപ്പോൾ നമുക്കിതിന്റെ ഇൻവെസ്റ്റ്മെന്റ് വളരെ കുറവാണ്. അല്ല, നോക്കണം. നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് കുറവാണെങ്കിലും നമുക്ക് ടോട്ടൽ, അതായത് ഒരു പൊതുമുതൽ എന്ന നിലയ്ക്ക് എവിടെന്നെങ്കിലും ആ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകും. അപ്പൊ ആ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റിന്റെ പെർ മന്ത് അല്ലെങ്കിൽ പെർ ഇയർ വരുന്ന ഇൻട്രസ്റ്റ് അതുകൂടി ആഡ് ചെയ്തിട്ട് ഒരു കോസ്റ്റായിട്ട് കണക്കാക്കിയിട്ട് ആ വിധത്തിലായിരിക്കണം ഇതിന്റെ കോസ്റ്റിംഗ് വരേണ്ടത്. അങ്ങനെ ഒരു കോസ്റ്റിംഗ് എടുത്തിട്ട് ഇപ്പോഴേ തന്നെ ലാഭത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ നല്ലൊരു കാര്യമാണല്ലോ. അപ്പൊ ഇലക്ട്രിക് ബസ് എന്തായാലും ഇല്ലാതാക്കുക എന്ന് പറയുന്നത് ശരിയല്ല. അത് പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുന്നതിന് വലിയ കാര്യങ്ങളുണ്ട്. ഇപ്പോഴത്തെ ഇലക്ട്രിക് ബസ്സുകൾ പൊല്യൂഷൻ ഇല്ലാതാക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത് മിക്കവാറും തെർമൽ പവർ പ്ലാന്റിലായിരിക്കാം. പക്ഷെ അല്ലാതെ വരുന്ന സമയത്ത്, പ്രത്യേകിച്ചും സോളാർ പവറൊക്കെ ഉപയോഗിച്ച് അങ്ങനെയുള്ള ചാർജിങ് സ്റ്റേഷൻസ് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് വളരെ നല്ലൊരു ക്ലൈമറ്റ് ചേഞ്ചിന് അനുകൂലം, അത് മാറാതിരിക്കാനുള്ള അനുകൂലമായിട്ടുള്ളൊരു നടപടിയാണ്. നമുക്ക് നിർത്തിവെക്കാൻ പറ്റുന്ന ഒരു പരിപാടിയല്ല പ്രോഗ്രസീവായിട്ട് വരുന്നത്. അതായത് ഇലക്ട്രിക് ബസ്സുകളും ഹൈഡ്രജൻ ബസ്സുകളും ഒക്കെ നമ്മൾ എടുത്ത് ഉപയോഗിച്ച് കൂടുതലായിട്ട് അത് മാറ്റി കംപ്ലീറ്റ് ബസ്സുകളും അതിലേക്ക് കൺവേർട്ട് ചെയ്ത് പോകുന്ന ഒരു കാലഘട്ടം വരണം. ഓക്കെ, ശരി, വളരെയധികം നന്ദി ശ്രീ TP സെൻകുമാർ ഈ സമയത്ത് ഞങ്ങളോട് പ്രതികരിച്ചത്. എന്തായാലും ഈ ബസ്സുകളുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള വിവാദങ്ങൾ ഉണ്ടാകുന്ന സമയത്താണ് ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ കൃത്യമായി മാനേജ്മെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ശ്രീ KB ഗണേഷ് കുമാർ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പ്രതികരണവുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ ഉയർന്നു വന്ന സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ അദ്ദേഹത്തിന് ആ നിലപാട് കൂടുതൽ വ്യക്തമാക്കാൻ വേണ്ടിയായിരിക്കാം. ഒരു ഇടവേള എടുത്തതിന് ശേഷം നമുക്ക് തിരികെ വരാം. സ്വാഗതം വിസ്മയ ചർച്ചയിലേക്ക്. ശ്രീ സണിക്കുടി ഇബ്രഹാം, ഈ കിഫ്ബിയിൽ നിന്ന് ഏതാണ്ട് 814 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് ഈ വെഹിക്കിളുകൾ വാങ്ങാൻ വേണ്ടി, ഈ ബസ്സുകൾ വാങ്ങാൻ വേണ്ടി. അതിൽ നിന്ന് 500ഓളം ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങുമെന്നാണ് കഴിഞ്ഞ 4 വർഷമായി സംസ്ഥാന സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തെ ആദ്യ ഹരിത നഗരമായി തലസ്ഥാനത്തെ മാറ്റുമെന്നതടക്കമുള്ള പ്രഖ്യാപനങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട്. ഇതൊക്കെ നിന്ന നിൽപ്പിൽ പിൻവലിക്കാൻ കഴിയുന്ന പ്രഖ്യാപനങ്ങളോ പദ്ധതികളോ ആണോ? ഇപ്പോൾ VK പ്രശാന്ത് തലസ്ഥാനത്തെ മുൻ മേയറായിരുന്നു, ഇപ്പോഴത്തെ MLA ആണ്, വലിയ രാഷ്ട്രീയ വിവാദങ്ങളിലൊന്നും പോയി ചാടാത്ത ഒരാളാണ്. അദ്ദേഹം നിൽക്കുന്നത് കൃത്യമായി CPMന്റെ നിലപാട് പറയാൻ തന്നെയാണ് ഇക്കാര്യത്തിലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ക്ലാഷ് ഉണ്ടാകാതെ തന്നെ പാർട്ടി ഇതാണ്, സർക്കാർ ഇതാണ് ഉദ്ദേശിക്കുന്നത്, കൂട്ടായ ഉത്തരവാദിത്തത്തിൽ കൂട്ടായ തീരുമാനത്തിൽ ഇത് മാത്രമേ നടപ്പിലാക്കാൻ കഴിയൂ എന്ന് ജനങ്ങൾക്ക്
കെ.ബി. ഗണേഷ് കുമാറിന് അപ്പുറത്തേക്ക് ഒരു സന്ദേശം നൽകാൻ CPM ശ്രമിക്കുന്നുണ്ട്. അല്ല, KBBനെതിരെ ഗണേഷ് കുമാറിനൊരു സന്ദേശം നൽകലല്ല, ഒരു വസ്തുത പറയുകയാണ് ചെയ്യുന്നത്. ഒരു ഇടതുപക്ഷ മുന്നണിയെ പോലൊരു സർക്കാർ, CPM നയിക്കുന്നൊരു മുന്നണി, CPM നിയന്ത്രിക്കുന്നൊരു സർക്കാർ, അവർക്ക് ചില ജനങ്ങളോട് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരു മന്ത്രി, ഏതെങ്കിലും ഒരു പാർട്ടി മറുതലിച്ചു പോവുകയാണെങ്കിൽ അതിന് കൃത്യമായ മറുപടി പറയാൻ CPMന് സംവിധാനമുണ്ട്. CPM അത് ചിലരെ ഏൽപ്പിക്കും. അത് ആര്യ രാജേന്ദ്രനും അതുപോലെ തന്നെ പ്രശാന്തും ഇതിന് ആദ്യ മറുപടികളുമായി എത്തിയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അത് തിരുവനന്തപുരത്താണ് ഈ ഇലക്ട്രിക്കൽ ബസ്സുകൾ 113 ബസ്സുകൾ ഓടുന്നത്, അത് 10 രൂപയ്ക്ക് ഓടുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അത് തിരുവനന്തപുരത്തെ ജനങ്ങൾ അത് സ്വീകരിച്ചു കഴിഞ്ഞു, ഒരു വലിയ തോതിൽ അത് സ്വീകരിച്ചു കഴിഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ഇത് സാധാരണക്കാർ മാത്രമല്ല, സ്വന്തമായി ബസ്സുള്ളവരും സ്വന്തമായി വാഹനങ്ങളുള്ളവരും കാറോ അല്ലെങ്കിൽ 2 വീലറോ ഒക്കെ ഉള്ളവർ പോലും ഇതൊരു സൗകര്യമായിട്ട് കണ്ടിട്ട് ഈ ബസ്സുകൾ ഉപയോഗിക്കുന്നു, നിരത്തുകളിലെ തിരക്ക് ഒഴിവാക്കുന്നു. അപ്പോൾ ഇതിനെ CPM മനസ്സിലാക്കിയിട്ട് CPMൻ്റെ നയം തന്നെയാണ് അത് പറയുന്നത്. ഇപ്പം കിഫ്ബി വഴി വരുന്നു എന്ന് പറയുമ്പോൾ നമുക്കതിനകത്ത് ബാധ്യതയില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മാധു, കിഫ്ബി കേരള സർക്കാരിൻ്റെ ആണല്ലോ. കിഫ്ബി വഴി വരുന്നു, ജൻഡ്രം വഴി നമുക്ക് ബസ്സുകൾ കിട്ടുകയുണ്ടായി. അതാണ് നമ്മൾ കുറച്ചു കാലമായി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ സ്മാർട്ട് സിറ്റി പദ്ധതിയുമായിട്ട് അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റേഴ്സ് ഇ-സേവാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ബസ്സുകൾ വരുന്നു. ഇതൊക്കെ എന്തുകൊണ്ടാണ് തേവരയിലെ കട്ടപ്പുറത്തിരിക്കുന്നത്? എന്തുകൊണ്ടാണ് മാധു KSRTC ഇങ്ങനെ ആയിപ്പോയത്? അതൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ലോ. ഇവിടെ യാത്രക്കാരുണ്ടായിരുന്നു, വാഹനങ്ങളുണ്ടായിരുന്നു, ആവശ്യത്തിന് സർവീസുകൾ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടായിപ്പോയത്? ഏത് രാഷ്ട്രീയ പാർട്ടിയും നമ്മൾ ആരെയും കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല, ഇറസ്പെക്റ്റീവ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ്. ഇവിടുത്തെ KSRTCയിലെ ഏറ്റവും അപകടകരമായ ട്രേഡ് യൂണിയനിസമാണ് KSRTCയെ ഇതിലേക്ക് എത്തിച്ചത്. അതിനെ നന്നായിട്ട് ഇതിന് തലപ്പത്തിരുന്ന ഉദ്യോഗസ്ഥന്മാർ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ പുതിയ വണ്ടികൾ, ഇലക്ട്രിക്കൽ ബസ്സുകൾ വന്നാൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു. അപ്പം അത് നമുക്കറിയാം, ഈ നമ്മുടെ തിരുവനന്തപുരത്തേക്ക് ആദ്യമായിട്ട് വന്ന വന്ദേ ഭാരത് തീവണ്ടി, അതൊരു പുതിയ വണ്ടിയാണ്, പുതിയ എഞ്ചിനാണ്, പുതിയ സംവിധാനം. അത് ഓടിച്ചുകൊണ്ട് വന്ന ആരാ? അതിലൊരാളുടെ മലയാളിയാണ്. കാരണം അവർ പഠിപ്പിക്കുകയാണ് സാങ്കേതികമായി വാഹനങ്ങളുടെ രൂപത്തിൽ, അതിൻ്റെ യന്ത്ര സംവിധാനങ്ങളുടെ രൂപത്തിൽ വരുന്ന മാറ്റങ്ങളുമായിട്ട് അത് യോജിച്ചു പോകത്തക്ക രീതിയിൽ. ഇപ്പം നമ്മുടെ വർക്ക്ഷോപ്പുകളുള്ള പഴയ ആൾക്കാരാ, പഴയ മെക്കാനിക്കുകളാ. അതുകൊണ്ട് നമുക്ക് പഴയ ലൈലാൻഡും ടാറ്റായും പഴയ ബസ്സുകൾ മതി, ഡീസൽ മതി എന്നൊക്കെ പറയുകയല്ല വേണ്ടത്. പുതിയ വണ്ടികൾ വരുമ്പോൾ അതനുസരിച്ച് നമ്മുടെ മെയിൻ്റനൻസ് സംവിധാനം മെച്ചപ്പെടുത്താനുള്ള ഒരു സംവിധാനം KSRTCക്ക് ഉണ്ടാകണം. വന്ദേ ഭാരത് ഓടിക്കാൻ നേരത്തെ നിലവിലുണ്ടായിരുന്ന ഡ്രൈവറെ അവരെ മെച്ചപ്പെടുത്തുകയാണ്, അതിന് എക്വിപ്ഡ് ആക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ഒരു സംവിധാനം, ഒരു KSRTC ആവട്ടെ, മറ്റെന്തെങ്കിലും ആവട്ടെ, ഇനി ഇലക്ട്രിസിറ്റി ബോർഡാവട്ടെ, പുതിയ സാങ്കേതികമായ സംവിധാനങ്ങൾ വരുമ്പോൾ അതനുസരിച്ച് നിലവിലെ ഉദ്യോഗസ്ഥന്മാരെ പ്രാപ്തരാക്കണം. അതിനവർക്ക് ഓറിയന്റേഷൻ കോഴ്സുകൾ, കോച്ചിങ്ങുകൾ ഒക്കെ നടത്തി മാറ്റുക വേണ്ടത്. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ, എനിക്കിനി സമയം കിട്ടില്ല എന്ന് കരുതിക്കൊണ്ടാണ്. അതുപോലെ ശ്രീ സെൻകുമാർ പറഞ്ഞത്, അപ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നും 10 കിലോമീറ്ററിന് 10 രൂപ നമ്മൾ വാങ്ങുന്നു, പിന്നെ 20 കിലോമീറ്ററിന് 10 രൂപ വാങ്ങുന്നത് ശരിയാണോ? അതാണ് അതിൻ്റെ ബ്യൂട്ടി, അതാണ് അതിൽ പാക്കേജ്. ഞാൻ ചോദിക്കുന്നത്, ഇവിടെ തിരുവനന്തപുരത്ത് മാധു ഒരു ദിവസത്തേക്ക് ഒരു ടിക്കറ്റ് എടുത്താൽ എനി നമ്പർ ഓഫ് ടൈം യാത്ര ചെയ്യാവുന്ന ഒരു സംവിധാനം, അതൊരു പാക്കേജാണ്. ആ പാക്കേജ് ഉള്ളതുകൊണ്ടാണ് 3000 പേര് കയറിയിരുന്ന സിറ്റി സർവീസിൽ ഇപ്പോൾ 30,000 പേര് കയറുന്നതും ഒരു ബസ്സിന് 25,000 രൂപ ലാഭം ഉണ്ടാകുന്നു. അതിന് ഇത്തരത്തിലുള്ള പൊട്ടന്യായങ്ങൾ യുക്തിക്ക് നിരക്കെന്നാണെന്ന് തോന്നുന്ന തരത്തിലുള്ള, ഇപ്പൊ ഈ ബാറ്ററിയെ പറ്റിയുള്ള ആശങ്കകളൊക്കെ അങ്ങനെയാണ്. ബാറ്ററിയെ കുറിച്ച് ആശങ്കയുണ്ടെങ്കിൽ ആരും മറ്റു വണ്ടി വാങ്ങുന്നവരെല്ലാം പൊട്ടന്മാരാണോ? അല്ലല്ലോ. അപ്പൊ ഇതൊക്കെ വളർച്ചയെ, മാറ്റത്തെ തടസ്സപ്പെടുത്താനുള്ള ഓരോ രീതികളാണ്. അതിനെതിരെ സമയം പൂർണ്ണമായും അവസാനിക്കണം. ഞാൻ ഇടപെടുകയാണ്, എന്നോട് ക്ഷമിക്കണം ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം. എന്തായാലും KSRTC അഭിമുഖീകരിക്കുന്ന വലിയ പ്രതിസന്ധി നമുക്കറിയാവുന്നതാണ്. അവിടെ ഇലക്ട്രിക് ബസ്സുകൾക്കൊരു ലാഭം ഉണ്ടാക്കാൻ കഴിയുന്നു എന്നാണ് നമുക്ക് നിലവിൽ കിട്ടിയിരിക്കുന്ന KSRTCയുടെ തന്നെ കണക്കുകൾ വ്യക്തമാകുന്നത്. എന്തായാലും കെ.ബി. ഗണേഷ് കുമാർ അതിനൊരു മറുപടിയുമായി അടുത്ത ദിവസം തന്നെ രംഗത്ത് വരും എന്നാണ് നമ്മൾ വിചാരിക്കുകയും ചെയ്യുന്നത്. ഇലക്ട്രിക് ബസ്സുകളിലേക്ക് മാറണം എന്നുള്ളത് രാജ്യത്തിന്റെ തന്നെ തീരുമാനവുമാണ്. വരും ദിവസങ്ങളിൽ എന്താണ് അതിന്റെ നിലപാട് എന്നത് സർക്കാരും വ്യക്തമാക്കേണ്ടതുണ്ട്. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.